അധ്യക്ഷൻ, ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്ന നഗരസഭാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ജനനേതാക്കളെ, വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെ, രാജ്യം 73ാമത് രക്തസാക്ഷി ദിനം ഇന്ന് ആചരിക്കുകയാണ്. രാഷ്ട്രപിതാവിനെ RSSകാരനായിട്ടുള്ള നാഥൂറാം വിനായക ഗോഡ്സെ വെടിവെച്ചു കൊന്ന് ജനുവരി 30-ന് 1948 ജനുവരി 30-ന് സ്വാതന്ത്ര്യം കിട്ടി. ഏതാണ്ട് 5 മാസത്തിനകത്ത് രാഷ്ട്രപിതാവിനെ RSSകാരാൽ വധിക്കപ്പെട്ട ദുരന്തം നമ്മുടെ രാജ്യത്ത് നടന്നതിൻ്റെ 73ാമത് വാർഷികമാണ് ഇന്ന് രാജ്യം ആചരിക്കുന്നത്. DYFIയുടെ നേതൃത്വത്തിലും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മതനിരപേക്ഷ സ്വഭാവമുള്ള സംഘടനകളുടെ എല്ലാ നേതൃത്വത്തിൽ ഗാന്ധിജിയെ ഓർക്കുകയും ഗാന്ധിഘാതകരുടെ നേതൃത്വത്തിൽ ഇന്ന് നടക്കുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുമ്പോൾ കഴിഞ്ഞ രക്തസാക്ഷി ദിനത്തിലാണ് ഹിന്ദു മഹാസഭയുടെ ദേശീയ സെക്രട്ടറി പൂജ ശുഗൻ പാണ്ഡെ എന്ന് പറയുന്ന സ്ത്രീ ഗാന്ധിജിയുടെ ചിത്രം വെച്ച് വീണ്ടും അതിലേക്ക് വെടിയുണ്ട പായിച്ച് ചോര അതിന് താഴെ ഒഴുക്കി ഉന്മാദം പിടിച്ച ആളെ പോലെ നിന്ന് തുള്ളുന്ന ഒരു കാഴ്ച നമ്മുടെ സമൂഹത്തിൽ കണ്ടു. വീണ്ടും വെടിവെച്ചു കൊല്ലുകയാണ്. ഗാന്ധിജിയുടെ കൊലപാതകത്തിന്റെ 72ാം വാർഷികത്തിലാണ് വീണ്ടും അത് ഒരു ആവർത്തനം പോലെ സംഘപരിവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് നടത്തിയത്. ഇത്തവണ ഈ രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത് ഗ്വാളിയോറിൽ നാഥൂറാം വിനായക ഗോഡ്സെ എന്ന RSSകാരന് വേണ്ടി ഒരു പ്രത്യേക ലൈബ്രറി ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ അമ്പലം ആരംഭിച്ചിട്ടുണ്ട്. ഗോഡ്സെയ്ക്ക് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് സ്മരണാർത്ഥം. മാത്രമല്ല, RSSകാര് രാമജന്മഭൂമി എന്ന പ്രദേശത്തെ പറയുന്നത് പോലെ വിശുദ്ധ ഭൂമിയായി ഗ്വാളിയോറിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിമിന് മക്ക മദീന പോലെ, ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ജെറൂസലേം പോലെ, എന്തുകൊണ്ടാണ് RSSകാർക്ക് സംഘപരിവാരക്കാർക്ക് ഗ്വാളിയോർ വിശുദ്ധ നഗരമായിട്ട് മാറുന്നത്, വിശുദ്ധ കേന്ദ്രമായിട്ട് മാറുന്നത്? അവിടെയാണത്രേ ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലാനുള്ള ഗൂഢാലോചന നടന്നത്. അവിടെ നിന്നാണത്രേ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് 3 തവണ വെടിയുണ്ട പായിച്ച തോക്ക് വാങ്ങിച്ചെടുത്തത്. രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തിയ പ്രദേശത്തെ വിശുദ്ധ പ്രദേശമായി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിനെ കൊലപ്പെടുത്താനുള്ള ആയുധം വാങ്ങിയ പ്രദേശത്തെ വിശുദ്ധ ഇടമായി പ്രഖ്യാപിക്കുന്ന സംഘപരിവാരമാണ് ഈ രാജ്യം ഭരിക്കുന്നത്. വളരെ നിഷ്കളങ്കമായി ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, RSS, സംഘപരിവാരം, അവരുടെ കാപട്യത്തിൽപ്പെട്ട ആളുകൾ എന്താണ് ഇവരുണ്ടാക്കുന്ന ദുരന്തം എന്ന് വളരെ നിഷ്കളങ്കമായി അതിന്റെ ആപത്തിന്റെ ആഴം മനസ്സിലാക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. 73ാമത് രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുമ്പോഴാണ് വളരെ ആസൂത്രിതമായി ഗാന്ധിജിയെ വെടിവെച്ചൊന്ന ആളുകൾ ഗോഡ്സെയ്ക്ക് ക്ഷേത്രം പണിയുകയും ഗാന്ധിജിയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയുടെ കേന്ദ്രത്തെ വിശുദ്ധ ഇടമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അപകടകരമായ നിലയിലേക്ക് നാട് എത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ എല്ലാ മേഖലയിലും ഈ തകർച്ചയുണ്ട്. ഇപ്പൊ ഒരു ഭാഗത്ത് RSSകാര് ഗാന്ധിജി, അദ്ദേഹം RSSന്റെ ആശയം ഉയർത്തിപ്പിടിച്ച ആളാണ്, സനാതന ഹിന്ദുവാണ് എന്ന പ്രചാരവേല നടത്തണം. കൽക്കട്ടയിൽ വെച്ച് മോഹൻ ഭാഗവത് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഗാന്ധിജി എന്തുകൊണ്ട് RSS ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതേ മോഹൻ ഭാഗവതിന്റെ അണികളാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന കേന്ദ്രം വിശുദ്ധ, ഇന്ത്യയുടെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമായി പ്രഖ്യാപിക്കണം. മതത്തെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്,
1919 ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വരുമ്പോ രാഷ്ട്രീയത്തിന്റെ പ്രാഥമിക ചുവടുകൾ വെക്കുന്ന സന്ദർഭത്തിലുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ നീണ്ട ഏതാണ്ട് 4 പതിറ്റാണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പക്വമതിയായ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുന്ന സന്ദർഭത്തിൽ രാഷ്ട്രപിതാവ് ഈ നാട്ടിൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്. പടിപടിയായി അദ്ദേഹത്തിന്റെ മതദർശനം, അദ്ദേഹത്തിന്റെ സാമൂഹിക ദർശനം എല്ലാം വികസിച്ചു വരുന്നുണ്ട്. സനാതന ഹിന്ദുവാണ് എന്ന് അവകാശപ്പെടുന്നയാളാണ് ഗാന്ധിജി. സനാതന ഹിന്ദുവാണ്. RSSകാരൻ വെടിവെച്ചു കൊല്ലുമ്പോ അദ്ദേഹത്തിന് ഒരു വാക്കാണ് ഉന്നയിക്കുന്നത്, ഹേ റാം. നാഥൂറാം ഗോഡ്സെയുടെ വെടിയേറ്റ് വീഴുമ്പോ ഹേ റാം, അതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സനാതന ഹിന്ദുവാണ്. പക്ഷേ ഗാന്ധിജിയുടെ മതബോധം എന്താണ്? എന്താണ് ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ഹിന്ദു ബോധം? സനാതന ഹിന്ദു ധർമ്മം എന്താണ്? ആധുനിക കാലത്ത് വ്യാവസായിക യുഗത്തിലെ സംസ്കാരവും നാഗരികതയും ധാർമ്മികതയില്ലാത്തതാണ്. അതുകൊണ്ട് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ, നൈതിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ക്രമപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് മതത്തെ കാണുന്നത്. ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയവും സംസ്കാരവും മൃതശരീരമാണ് എന്ന് പറഞ്ഞ ഗാന്ധിജി ധാർമ്മികത രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാന ഘടകമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് സുനിൽ മാഷ് വളരെ വിശദമായിട്ട് ആ പ്രശ്നം ചർച്ച ചെയ്തിട്ടുള്ള ലേഖനം എഴുതിയിട്ടുണ്ട്. എന്താണ് ഗാന്ധിജിയുടെ മതദർശനം? എന്തുകൊണ്ട് RSSന്റെ അസത്യത്തിനും അപവാദ പ്രചരണത്തിനും ഹിംസാത്മക രാഷ്ട്രീയത്തിനും എതിരായി സഹിഷ്ണുതയുടെ, സമഭാവനയുടെ, സാഹോദര്യത്തിന്റെ ദർശനമായി ഗാന്ധിജിയുടെ ദർശനം മാറുന്നു. അതുകൊണ്ടാണല്ലോ RSSകാരൻ വെടിവെച്ച് കൊല്ലുന്നത്. RSS എപ്പോഴും അങ്ങനെയാണ്. ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തിയ RSS, നിരോധിക്കപ്പെട്ട RSS ജയിലിൽ കിടന്നു നെഹ്റുവിന് കത്തെഴുതി, പട്ടേലിന് കത്തെഴുതി, ഇനി സാമൂഹിക രംഗത്ത് മാത്രം പ്രവർത്തിക്കും, രാഷ്ട്രീയ രംഗത്ത് ഇടപെടില്ല എന്ന് പറഞ്ഞ് മാപ്പ് എഴുതി കൊടുത്തു വന്ന ആളുകൾ, ഗാന്ധിജി വെടിയേറ്റി വീണപ്പോ മധുര വിതരണം ചെയ്ത് ആഹ്ലാദം പ്രകടിപ്പിച്ച ആളുകൾ, ഇങ്ങനെ വിവിധ മുഖം, 1000 മുഖങ്ങളാണ് RSS. പക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമെന്ന് പറയുന്നത് അസഹിഷ്ണുതയുടെ, പൊയ്പോയ ബ്രാഹ്മണിക്കൽ മതമേധാവിത്വത്തിന്റെ, രാഷ്ട്രീയ ആധിപത്യത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ മുഖമാണ്. അതുകൊണ്ടാണ് സഹിഷ്ണുതയുടെ രാഷ്ട്രീയ ആശയം ഉയർത്തിപ്പിടിച്ച ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുന്നത്. ഇപ്പൊ വന്നു RSSകാർ പറഞ്ഞു, ഗാന്ധിജി അല്ല ആദ്യം കൊല്ലേണ്ടിയിരുന്നത്, നെഹ്റുവിനെയാണ്. പാശ്ചാത്യ വിദ്യാഭ്യാസം കിട്ടി നമ്മുടെ നാട്ടിൽ വന്ന് മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ച നെഹ്റുവിനെയായിരുന്നു ആദ്യം കൊല്ലേണ്ടത്, മറ്റയാളെ പിന്നെ കൊന്നാ മതിയായിരുന്നു. അങ്ങനെയാണ്. എന്നിട്ടാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പ്രാചീന സംസ്കാരത്തെ, വിദ്യാഭ്യാസത്തെ, നളന്ദയുടെ, തക്ഷശിലയുടെ പാരമ്പര്യത്തെ എല്ലാം കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അതിന്റെ ആപത്ത് മനസ്സിലാക്കുകയാണ്. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന RSSകാർ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോ എവിടെയെല്ലാമാണ് നമുക്ക് നഷ്ടം സംഭവിച്ചത്, ജീവിതം എവിടെ നിന്നെല്ലാമാണ് പിറകോട്ട് പോയത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ന് നമുക്ക് മതവിശ്വാസത്തിന് സ്വാതന്ത്ര്യമില്ല ഈ നാട്ടിൽ, രാഷ്ട്രീയ വിശ്വാസത്തിന് സ്വാതന്ത്ര്യമില്ല, ഭക്ഷണക്രമത്തിന് സ്വാതന്ത്ര്യമില്ല, എന്തിന് മനുഷ്യന് നൈസർഗികമായി ഉണ്ടാവുന്ന പരസ്പര പ്രണയത്തിന് പോലും സ്വാതന്ത്ര്യമില്ല. ഇതെല്ലാം RSSന്റെ അജണ്ടയ്ക്കനുസരിച്ച് പുതിയ നിയമങ്ങളിലൂടെ RSSന്റെ കൽപ്പനയ്ക്കൊത്ത് മാറ്റി തീർക്കാനുള്ള നിയമങ്ങൾ വന്നു കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. ചെറുതാണോ? ഇന്ത്യ എന്ന രാജ്യം നിലനിൽക്കുന്നത്, അതിന്റെ അടിസ്ഥാനമായ നിലനിൽപ്പിന്റെ സ്രോതസ് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ആ ഭരണഘടന ഉറപ്പു നൽകുന്ന മതവിശ്വാസ സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ഒരു പൗരൻ എന്ന നിലയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, തന്റെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം, ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊന്നുമില്ല എന്ന് മാത്രമല്ല, തെരുവിൽ സംഘപരിവാരത്തിന്റെ അക്രമികൾ നമ്മെ ആക്രമിക്കുന്നത് പോലെ തന്നെ നിയമം മൂലം ഇതെല്ലാം നിരോധിക്കണ നിലയിലേക്ക് ഈ രാജ്യം മാറി. ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ ആപത്ത്? കഴിഞ്ഞ കോവിഡ് മഹാമാരി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിനുള്ള അവകാശം മതാടിസ്ഥാനത്തിലാക്കി മാറ്റി തീർത്ത നരേന്ദ്രമോദിയുടെ വാഴ്ചക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലായിരുന്നു. മതം പൗരത്വത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റി. ഇന്ത്യ എന്ന രാജ്യത്ത്
അതാണ് സിറ്റിസൺ അമെൻമെന്റ് ആക്ട് വന്നപ്പോ ഉണ്ടായത്. രാജ്യം ഒരുമിച്ച് പ്രതിഷേധിച്ചതാണ്. കോവിഡ് വന്നപ്പോ നിർത്തിവെച്ചു. കോവിഡ് കാലത്ത് ദുരിതാശ്വാസത്തിന് ഇറങ്ങാതെ, ജനങ്ങളെ സഹായിക്കാതെ ഒളിവിൽ പോയ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അഭിനവ ചാണക്യൻ, അയാളെ ഇടയ്ക്ക് വന്ന് പറഞ്ഞു, കോവിഡ് ഒന്ന് പൊക്കോട്ടെ, ഞങ്ങൾ അതായിട്ട് വരാൻ പോവാ. ഭീഷണി. ഈ രാജ്യത്തെ RSS ഭരണ ആളുകൾക്ക് മാത്രം പൗരത്വം. RSSന് എതിരായി നിലപാട് സ്വീകരിക്കുന്ന ഒരു ജനവിഭാഗത്തെ പാടെ പൗരത്വത്തിൽ നിന്ന് മാറ്റുക. നിങ്ങൾ രണ്ടാം തരം പൗരന്മാരായി ജീവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിൽ പൊക്കോ. സംഘപരിവാരം തെരുവിൽ അലറിക്കൊണ്ട് നടന്നിരുന്ന ഈ മുദ്രാവാക്യം നിയമപരമായി മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴും പല ആളുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ കർണാടകയില് കാറ്റിൽ പ്രിസർവേഷൻ ആൻഡ് സ്ലോട്ടർ അത് നിരോധിക്കുന്നതിന്റെ നിയമം കൊണ്ടുവന്നു. പശു സംരക്ഷണവും കശാപ്പ് നിരോധനവും. ഭക്ഷണം ഇനി കഴിക്കാൻ പാടില്ല, മാട്ടിറച്ചി കഴിക്കാൻ പാടില്ല. ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ കൈവച്ചു. ചരിത്രവും പാരമ്പര്യമാണ് പറഞ്ഞത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോണില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ പാരമ്പര്യത്തിൽ എടുത്തു നോക്കിയാൽ മാട്ടിറച്ചി എല്ലാരും കഴിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലുണ്ട് പശുവിന്റെ ഇറച്ചി കഴിച്ചത്. എന്തിദേവന്റെ യാഗശാലകളിൽ നിന്ന് ഒഴുകിയ പുഴകൾ അത് പശുവിന്റെ ചോര കൊണ്ടാണ്. നന്നായി വെട്ടി വിഴുങ്ങിയിരുന്നു ബ്രാഹ്മണരൊക്കെ. ഇന്ന് പശു രാഷ്ട്രീയായുധമായി മാറി. അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണം നിരോധിച്ചു. നോക്കൂ, മധ്യപ്രദേശില്, UP-യില് നിയമങ്ങൾ കൊണ്ടുവന്നു. ലവ് ജിഹാദിന്റെ പേരിൽ നിയമം. RSSന്റെ ക്യാമ്പയിനായിരുന്നു ലവ് ജിഹാദ്. മുസ്ലിം ചെറുപ്പക്കാര് ഹിന്ദു പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റി കൂടുതൽ കുട്ടികളെ പ്രസവിപ്പിച്ച് മുസ്ലിം ഭൂരിപക്ഷ നാടാക്കി മാറ്റാനുള്ള അജണ്ടയാണ് ഇത്. 2004-5 കാലഘട്ടത്തിൽ കർണാടകയിൽ മുഴങ്ങിയ മുദ്രാവാക്യമാണ്. തീരദേശ കർണാടകയിൽ ഇത് സംബന്ധിച്ച് 2 അന്വേഷണം നടന്നു. ആളുകൾ തമ്മിൽ പ്രണയിക്കുന്നതിൽ മതമുണ്ടോ, ജിഹാദുണ്ടോ? 50ഓളം കേസുകൾ. എല്ലാ അന്വേഷണ കമ്മീഷനും പറഞ്ഞതൊന്നുമില്ല, സ്വാഭാവികമാണ്. പക്ഷെ RSS ക്യാമ്പയിനായി ഏറ്റെടുത്തു. ഇപ്പൊ രാജ്യം മുഴുവൻ നിയമമാണ്. 15-20 കൊല്ലം മുമ്പ് കല്യാണം കഴിച്ച ആളുകളൊക്കെ പിടിച്ച് ജയിലിലിടുക. പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളൊക്കെ ജയിലിലാണ്. ആളുകൾ ഒരുമിച്ച് ചേരാൻ പാടില്ല. പ്രായപൂർത്തിയായ മനുഷ്യന് അവന്റെ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ ഇന്ത്യയുടെ ഭരണഘടന അംഗീകാരം നൽകുന്നുണ്ട്. മൗലിക അവകാശങ്ങളിലൂടെ അംഗീകാരം നൽകുന്നുണ്ട്. പക്ഷെ പ്രണയിക്കാൻ സ്വാതന്ത്ര്യമില്ല, പങ്കാളിയെ തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നോക്കി, ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളെ വിഴുങ്ങാൻ RSS ഇടപെടുക. കോൺഗ്രസിന്റെ ആളുകളെ ദിവസേന അങ്ങാടിയിൽ നിന്ന് മീൻ വാങ്ങണ പോലല്ലേ വാങ്ങിക്കൊണ്ടുപോകണം. പുതുശ്ശേരിയിൽ നിന്ന് ഇപ്പോ 15 MLA-മാരെ വാങ്ങി. കാശിന്റെ കെട്ടായിട്ട് വരെ ഇട്ട് കൊടുക്കുക, വാങ്ങുക. കാശ് കൊടുത്തു വാങ്ങണവരെ കാശ് കൊടുത്തു വാങ്ങും. പദവി കൊടുത്തു വാങ്ങണവരെ എങ്ങനെ വാങ്ങും? ഇതിന് വഴങ്ങാത്തവരെ അധികാരികളെ ഉപയോഗപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി വരുതിക്ക് നിർത്തും. ഇതൊന്നും വഴങ്ങാത്തവരെ ഒന്നുകിൽ തുറങ്കിലടയ്ക്കും, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. ഇന്ത്യ എന്ന മഹാരാജ്യം വാഴയ്ക്ക റിപ്പബ്ലിക്കായി മാറിയിട്ടുണ്ട്. ഇതാണ് സമകാലിക ഇന്ത്യയുടെ അവസ്ഥ. ഈ നിലപാട് എങ്ങനെ മുറിച്ചു കിടക്കണം? അതാണ് ഈ രാജ്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ മുറിച്ചു കിടക്കും? നരേന്ദ്രമോദി കേന്ദ്രത്തിൽ ഭരിക്കുന്നു. ലോകസഭയിൽ കേവല ഭൂരിപക്ഷം, രാജ്യസഭയിൽ ഭൂരിപക്ഷമില്ല. പക്ഷെ കാശ് കൊടുത്ത് ആളെ കൂട്ടി ഉണ്ടാക്കാൻ നിൽക്കുക. ഇന്ത്യയുടെ എല്ലാ അധികാര സ്ഥാപനങ്ങളും BJP വിഴുങ്ങിക്കഴിഞ്ഞ് ഭരണഘടനയെ നോക്കുകുത്തിയാക്കി അതിനെ തകർക്കുകയാണ്. ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളും ഞാനിവിടെ പറഞ്ഞു. മതനിരപേക്ഷത, മതം ഇപ്പോ പൗരത്വത്തിനുള്ള അടിസ്ഥാന നിയമമായി ഇന്ത്യയിൽ മാറി. മതനിരപേക്ഷതയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം. ഫെഡറലിസമാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടകം. കേന്ദ്രവും സംസ്ഥാനങ്ങളും. യൂണിറ്ററി സ്റ്റേറ്റ് അല്ല ഇന്ത്യ. കേന്ദ്രവും സംസ്ഥാനങ്ങളും വേറെയുണ്ട്. പ്രത്യേകം അധികാരങ്ങളുണ്ട്. ആ ഫെഡറൽ ഘടനയുള്ള നാടില് ഇപ്പോ യൂണിറ്ററി സ്റ്റേറ്റായി മാറുന്ന നിലപാട് വന്നു. മൗലിക അവകാശങ്ങൾ ഭരണഘടനാ ചർച്ചയുടെ സമയത്ത് ഡോക്ടർ അംബേദ്കർ എന്താണ് ഈ ഭരണഘടനയുടെ സാരം എന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നു, ആർട്ടിക്കിൾ 11 മുതൽ 32 വരെ ഉൾക്കൊള്ളുന്ന
മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സാരം. ആ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ മൗലികാവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതിന് സുപ്രീം കോടതിക്ക് ഭരണഘടന നൽകിയ അധികാരം, അതാണ് ഇതിന്റെ സാരം. RSS അധികാരത്തിൽ വന്നപ്പോ ഏറ്റവും ആദ്യം ലംഘിക്കപ്പെട്ടത് ഇന്ത്യയിലെ മനുഷ്യരുടെ മൗലികമായ അവകാശങ്ങളാണ്. സുപ്രീം കോടതി ഏതാണ്ട് ഒരു എക്സിക്യൂട്ടീവ് കോടതിയായിട്ട് മാറി. ഇന്ത്യ രാജ്യത്ത് വളരെ വിവേചനപരമായ നിലയിലേക്ക് മാറി. ഒക്കെ അപമാനകരമായ നിലയിലാണ് നമ്മൾ കാണുന്നത്. നിരവധി സംഭവങ്ങളുണ്ട്. ഇപ്പൊ കൃഷിക്കാരുടെ സമരം അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ആ സമരത്തിൽ പ്രശ്നം വന്നപ്പോ കോടതിയുടെ ഒരു രീതിയുണ്ട്. മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നം വന്നപ്പോ കോടതിയുടെ രീതിയുണ്ട്. കാശ്മീരിലും അതുപോലെ തന്നെ മറ്റിതര പ്രദേശങ്ങളിലും മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടപ്പോൾ അതിനോടെടുത്ത സമീപനമുണ്ട്. പൗരത്വ നിയമത്തെ സംബന്ധിച്ച കാര്യത്തിലുള്ള സമീപനം ഇത് ഇഴകീറി പരിശോധിച്ചാൽ അറിയും. കാവ്യവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞ നീതിപീഠമായി മാറി നമ്മുടെ നീതിപീഠം. ഹസ്രത്തില് RSSകാരാൽ ജന്മിപ്രമാണിമാരാൽ പീഡിപ്പിക്കപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയെ കുറിച്ചുള്ള വാർത്തകൾ കവർ ചെയ്യാൻ പോയ അയാളുടെ രാഷ്ട്രീയം എന്താവട്ടെ, സിദ്ദിഖാപ്പൻ അയാളെ പിടിച്ച് ജയിലിലടച്ചു. കോടതി ജാമ്യം കൊടുക്കണില്ല. ഭീമ കൊറിഗോവൻ സംഭവത്തില് 2 കൊല്ലം മുമ്പാണ് അവിടുത്തെ സമരവിജയത്തിന്റെ ഭാഗമായി പ്രകടനം നടത്താൻ പോയ കുറെ ആളുകൾ, അതിന്റെ പേരിൽ പ്രകടനത്തിൽ പോയവരെ ജയിലിലിട്ടു. യാതൊരു പങ്കുമില്ലാതെ പ്രൊഫസർമാരും ബുദ്ധിജീവികളുമായ നഗരത്തിലെ ആളുകളെ നഗരമാവോയിസ്റ്റുകൾ എന്ന് പറഞ്ഞ് ജയിലിലിട്ടു. ഇവരൊന്നും പ്രകടനത്തിന് പോയിട്ടില്ല, ഒരു സംഭവത്തിൽ ഇടപെട്ടിട്ടില്ല. 2 കൊല്ലമായി ജയിലിൽ കിടക്കാണ് വനിതകൾ ഉൾപ്പെടെയുള്ള ആളുകൾ. ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A സസ്പെൻഡ് ചെയ്ത് ജമ്മു കാശ്മീർ കഴിഞ്ഞ 2019 ഓഗസ്റ്റ് 5 ഉണ്ടായതാണ്. ഏതാണ്ട് 60ഓളം ഹർജികൾ സുപ്രീം കോടതിയുടെ മുമ്പിലുണ്ട് ഭരണഘടനാ സാധുത പരിശോധിക്കാൻ. സമയം കിട്ടിയിട്ടില്ല. എന്നാൽ താൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ബാബറി മസ്ജിദ് തകർത്തെടുത്ത് രാമക്ഷേത്രം പണിയാൻ അനുവാദം കൊടുക്കാൻ വിധി പറയണമെന്ന നിർബന്ധത്തിൽ കോടതി വിധി പറഞ്ഞ കേസുണ്ട് നമ്മുടെ മുമ്പില്. എന്തിന് ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ നോക്കൂ. RSSകാരന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലുണ്ട് നമ്മുടെ നാട്ടില്, അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV. തനി സംഖ്യയാണ്. എന്നാൽ ഇപ്പൊ അയാളെ കുറിച്ച് വരുന്ന വാർത്തകൾ എന്താ? പുൽവാമ ആക്രമണം, നമ്മുടെ 40 പട്ടാളക്കാർ മരണപ്പെട്ട തീവ്രവാദി അക്രമത്തെക്കുറിച്ച് വളരെ മുമ്പ് ഇയാൾക്ക് അറിയാമായിരുന്നു. അയാളുടെ വാട്സാപ്പ് മെസ്സേജുകൾ 1000 പേപ്പർ കോടതിയുടെ മുമ്പിലുണ്ട്. ഇയാൾക്ക് അറിയാമായിരുന്നു. ഇന്ത്യയുടെ പട്ടാളക്കാർ 2500 വാഹനങ്ങളിൽ കോൺവോയായി കാശ്മീരിലൂടെ സഞ്ചരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിനിടയിലേക്ക് പാകിസ്ഥാന്റെ ബോംബ് നിറച്ചിട്ടുള്ള വാഹനം വന്ന് സ്ഫോടനമുണ്ടാവും എന്നത് അറിയാമായിരുന്നു. ഇതിന് പ്രതികരണമായി ബലാക്കോട്ടിലുള്ള ആക്രമണത്തെ കുറിച്ച് ഇയാൾക്ക് അറിയാമായിരുന്നു. അപ്പൊ മഹാരാജ്യത്തിലെ പാവപ്പെട്ട പട്ടാളക്കാരുടെ ജീവൻ കവരുന്ന തീവ്രവാദി അക്രമം അറിയാമായിരുന്ന പാകിസ്ഥാന്റെ ഏജന്റ് അയാളെ ഒരു ഡിഫേമേഷൻ കേസിൽ കോടതി പിടിച്ചപ്പോ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊണ്ടുപോയി തള്ളി. പിറ്റേ ദിവസം രാവിലെ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുന്നു, അന്ന് ലിസ്റ്റ് ചെയ്യുന്നു, പിറ്റേന്ന് വെക്കുന്നു, 3ാമത്തെ ദിവസം വിധി പറയുന്നു. ഹൈക്കോടതിയിൽ നിന്ന് തള്ളിയ കേസ് 7ാമത്തെ ദിവസം ജാമ്യമെടുത്ത് അർണാബ് ഗോസ്വാമി പുറത്തിറങ്ങണോ? ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഈ നാടിനെ വ്യഭിചരിക്കുന്ന സംഘപരിവാരത്തിന്റെ കൂട്ടിക്കൊടുപ്പുകാരൻ പറയാണ് ഭരണഘടന ഉണ്ട് എന്നാണ്. മൗലിക അവകാശം ലംഘിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ മുഴുവൻ മൗലികാവകാശങ്ങളിൽ ലംഘിച്ച RSSകാരന്റെ സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയം തേരോട്ടം നടത്തുമ്പോ ഇവന്മാരെ കാവിക്കൊടിയുടെ കോളയം കഴുകി കൊടുക്കുന്ന ഏർപ്പാടാണ് നടത്തുന്നത്. പ്രതീക്ഷയില്ലാത്ത നിലയിലേക്ക് ഈ നാട് മാറുക. അവിടത്തേക്കാണ് പോണത്. അവിടെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടത്? നരേന്ദ്രമോദിയുടെ ഭരണം, RSS നിയന്ത്രിക്കുന്ന ഭരണം ഭരണഘടന അട്ടിമറിച്ചു, നിയമങ്ങൾ അട്ടിമറിച്ചു, സുപ്രീം കോടതി എക്സിക്യൂട്ടീവ് കോടതിയാക്കി മാറ്റി. ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത് പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, കോടതി 3 ആണ്.
പാർലമെന്റ് നിയമം നിർമ്മിക്കാം, എക്സിക്യൂട്ടീവ് നടപ്പാക്കാം. കോടതി നിയമത്തിന്റെ പരിധി പരിശോധിക്കണം. ഭരണഘടനയ്ക്കെതിരായ ഒരു നിയമങ്ങളും നിൽക്കില്ല, അൾട്രാ വൈറസ് ആവും. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് നടപ്പാക്കിയ എല്ലാ നിയമങ്ങളും അൾട്രാ വൈറസ് ആണ്. പരിശോധിക്കാൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ പോയാൽ പരിശോധിക്കില്ല, നോക്കൂ, പരിഹസിക്കുക. അർണാബ് ഗോസ്വാമിക്ക് 4ാമത്തെ ദിവസം ജാമ്യം കൊടുത്ത സുപ്രീം കോടതി 2 കൊല്ലമായി സീതാ ഭരദ്വാജ് എന്ന് പറയുന്ന പ്രൊഫസറെ ജയിലിലിട്ടു. അവര് പറഞ്ഞു എണീക്കാൻ വയ്യ, നിക്കാൻ വയ്യ, ജാമ്യം വേണം, ആരോഗ്യ പ്രശ്നമുണ്ട്. കോടതി അത് വലിച്ചെറിഞ്ഞിട്ട് പറയാ ആരോഗ്യ പ്രശ്നമൊന്നും പറയണ്ട, വേറെ കടലാസ് കൊണ്ടുപോവാ. ശങ്കിയായ അർണാബ് ഗോസ്വാമിയുടെ ജാമ്യാപേക്ഷയിൽ മൗലികാവകാശത്തിന്റെ പ്രശ്നം കണ്ട സുപ്രീം കോടതിക്ക് കാണാനായില്ല. പ്രകടനത്തിൽ പങ്കെടുക്കാതെ, ഒരു കേസിലും പ്രതിയല്ലാതെ രാജ്യദ്രോഹ നിയമം ചുമത്തിയിട്ട് ജയിലിലടച്ച പാവം ഒരു പ്രൊഫസറുടെ കാര്യത്തിൽ ഇങ്ങനെയുണ്ട്. ഇതാണ് ഇന്ത്യയുടെ പ്രശ്നം. ഈ ഭാഗം വളരെ നീണ്ടത്, അങ്ങനെ പറയാൻ സമയമില്ല, ചുരുങ്ങിയ സമയം കൊണ്ട് പറയണം എന്നുള്ളത്. ഇവിടെ ഇതിനെ നേരിടണമെന്നതാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം. കേവല ഭൂരിപക്ഷം ലോകസഭയിൽ, രാജ്യസഭയിലെ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം ഇതിനെ ഉപയോഗപ്പെടുത്തി ഈ നാടിനെ തകർക്കും. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു, വീണ്ടും ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന്, ഗാന്ധിജിയെ കൊല്ലാൻ തോക്കുവാങ്ങിയ സ്ഥലം വിശുദ്ധ ഇടമായി പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത ഈ നാട് പിന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യനോട് എന്താ ചെയ്യുക? അവിടെയാണ് ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വരേണ്ടത്. അവിടെയാണ് ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വരണത്. നോക്കൂ, കൃഷിക്കാരന്റെ പോരാട്ടം ഡൽഹിയിൽ നടക്കുന്നത് ഈ സന്ദർഭത്തിലാണ് പ്രസക്തമായിട്ടുള്ളത്. 56 ഇഞ്ച് നെഞ്ചുകാരൻ നരേന്ദ്രമോദി ലോകസഭയിൽ ഭൂരിപക്ഷം ചോദിക്കാൻ ആളില്ല. 50 കൊല്ലം അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനിക്കുമെന്ന് വെല്ലുവിളിച്ചെടുത്ത് നിങ്ങള് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടാവാം, പക്ഷെ ആ അഹങ്കാരത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളുടെ മേലെ മെക്കെട്ട് കയറുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയാൽ നാട് അംഗീകരിക്കില്ല എന്നത് ജനാധിപത്യത്തിന്റെ ഉയർന്ന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാട് പ്രഖ്യാപിച്ചു. അതാണ് കൃഷിക്കാരന്റെ സമരം. അപ്പൊ ആ സമരത്തോട് നിങ്ങൾ എടുക്കുന്ന സമീപനം എന്താ? ആ സമരത്തിലേക്ക് RSSകാരെ കടത്തിവിട്ട് അക്രമം നടത്തുക, വെടിവെച്ചു കൊല്ലാൻ കർഷക നേതാക്കളെ പരിശീലിപ്പിച്ച ആളുകളെ തോക്കുകൊടുത്ത് കടത്തിവിടുക. ചതിയന്മാരാണ് RSSകാര്, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പ്രചരണം എന്താ? കൃഷിക്കാരെ രക്ഷിക്കാൻ നിയമം. നമ്മുടെ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാം ബില്ലിനെ കുറിച്ച്. 3 നിയമങ്ങളുണ്ട് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ട്. എന്തായിരുന്നു നിയമം? ഫാം പ്രൊഡ്യൂസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആക്ട് ആണ് ഒന്ന്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വ്യാപാരവും വിനിമയവും. 2, ഫാം പ്രൊഡ്യൂസർ അവരുടെ പ്രൊട്ടക്ഷൻ ആൻഡ് എംപവർമെന്റ്. അതുപോലെ തന്നെ അഷ്വറൻസ് ഓൺ പ്രൈസ്, ഫാം സർവീസ്, ഇത് ഉറപ്പുവരുത്തുന്ന നിയമം. പിന്നെ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട്. ഈ 3 നിയമമാണ് കൃഷിക്കാരുടെ നിയമം എന്നുള്ള പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ജൂൺ മാസം 25-ാം തീയതി ഓർഡിനൻസ് ആയിട്ട് പുറപ്പെടുവിച്ചു. അന്ന് കൃഷിക്കാർ പറഞ്ഞു ഈ നിയമം പറ്റില്ല, മാറ്റണം. വലിയ പ്രതിഷേധം ഉണ്ടായി. ഉത്തരേന്ത്യയിൽ മുഴുവൻ റെയിൽ റോക്കോ സമരമായിരുന്നു, റെയിൽ തടയൽ സമരമായിരുന്നു, റോഡ് ബന്ധിച്ച് സമരമായിരുന്നു. പക്ഷെ സെപ്റ്റംബർ 14-ന് എല്ലാ പ്രതിഷേധങ്ങളെയും മറികടന്നിട്ടാണ് നിയമം ഉണ്ടാക്കിയത്. സെപ്റ്റംബർ 25-ന് പ്രതിഷേധ ദിനമായി ആചരിച്ചു. നവംബർ 5-ന് ജയിൽ നിറയ്ക്കൽ സമരം നടന്നു. നവംബർ 26 മുതൽ ഡൽഹി ചലോ മാർച്ച് ആരംഭിച്ചു. ആ സമരം നിൽക്കണം. ഇന്ന് സംഘപരിവാരം നടത്തുന്ന പ്രചരണം എന്താ? നമ്മുടെ നാട്ടില് കൃഷിക്കാരെ സഹായിക്കാൻ നിയമം ഉണ്ടാക്കി. നോക്ക്, ഇന്ത്യയിലെ കൃഷിക്കാർ ഒന്നടങ്ക ഈ സമരത്തിലാണ്. ആദ്യങ്ങൾ പറഞ്ഞു മാവോവാദികളാണ്, രാജ്യദ്രോഹികളാണ്, ഖലിസ്ഥാനികളാണ്. ഇന്ത്യയിലെ കൃഷിക്കാരാണ് നിങ്ങൾ പറഞ്ഞത്. ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം വിളിച്ച് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് പ്രതിഷേധവുമായി വന്ന കൃഷിക്കാരെ തടയാൻ നഗരത്തിനു ചുറ്റും ട്രഞ്ചുകൾ ഒരുക്കി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ, ഇന്ത്യ ചൈന അതിർത്തിയിലൊക്കെ പാകിസ്ഥാന്റെയോ ചൈനയുടെയോ പട്ടാളം കടന്നു വരുന്നത് തടയാനുള്ളതുപോലെ ട്രഞ്ച് കീറിയിട്ടാണ് നിങ്ങൾ കൃഷിക്കാരെ തടഞ്ഞത്. അതൊക്കെ തട്ടിയിട്ടിട്ടാണ് അവർ കയറി വന്നത്. ഈ രാജ്യത്തിന്റെ കൃഷിക്കാരെ ജലപീരങ്കി ഉപയോഗിച്ചിട്ടാണ് നേരിട്ടത്. പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരന്റെ മേലെ വെള്ളം ചീറ്റുക നരേന്ദ്രമോദി. വെള്ളം രാജ്യദ്രോഹികളെന്ന മുദ്രകുത്തി. എന്താ അടിസ്ഥാന പ്രശ്നം? ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം അതാണ്. നിങ്ങൾ ഭരണഘടനയെ അട്ടിമറിച്ചതുപോലെ ഇവിടെ ഭരണഘടന അട്ടിമറിച്ച നിയമം.
ഇപ്പൊ പാർലമെന്റിലും പുറത്തും BJP നടത്തുന്ന പ്രചരണത ഭരണഘടനാടിസ്ഥാനത്തിൽ നിയമമുണ്ടാക്കിയാൽ അംഗീകരിക്കണ്ടേ? ഒരു നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട് ഞങ്ങൾക്ക്. നിങ്ങൾ ആ നിയമം അംഗീകരിക്കണ്ടേ? പാർലമെന്റ് നിയമം ഉണ്ടാക്കിയാൽ നിയമം മുഴുവൻ മാറ്റണം എന്നാണ് കൃഷിക്കാരുടെ ആവശ്യം. അതെങ്ങനെയാണ് സമ്മതിക്കുക? ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ടല്ലോ. അവിടെയാണ് ഞങ്ങൾ തർക്കം ഉന്നയിക്കണത്. അങ്ങനെ അധികാരമുണ്ടോ? എല്ലാ നിയമങ്ങളുടെയും മാതാവ് ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ള ഒരു നിയമവും നാട്ടിൽ നിലനിൽക്കില്ല. ഇവിടെ പ്രശ്നം എന്താ? ഞാനിവിടെ പറഞ്ഞു, ഇന്ത്യ എന്നത് ഫെഡറൽ ഘടനയുള്ള നാടാണ്. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകൾ. കേന്ദ്ര ഗവൺമെന്റിന് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള മേഖലയുണ്ട്. സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ള മേഖലയുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ നിയമം നിർമ്മിക്കുന്ന മേഖലയുണ്ട്. കൺകറന്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കൃഷി ഏത് വിഭാഗത്തിലാ പെടുക? സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണമായും നിയമനിർമ്മാണത്തിന് അധികാരമുള്ള കാർഷിക മേഖലയിൽ എങ്ങനെ കേന്ദ്രം നിയമം നിർമ്മിക്കുക? പാർലമെന്റ് നിയമം നിർമ്മിക്കുക? അതുകൊണ്ടാണ് ഈ നിയമം അൾട്രാ വൈറസ് ആവുന്നത്. കൃഷിക്കാര് സംസ്ഥാനത്തിന്റെ പരിധിയിൽ കടന്ന് നിയമം ഉണ്ടാക്കിങ്ങൾ, കൃഷിക്കാർക്കെതിരായ നിയമം. രണ്ട്, ഒരു നിയമം നിർമ്മിക്കുമ്പോൾ പാർലമെന്റിൽ സംവിധാനങ്ങളുണ്ട്. പാർലമെന്റിൽ ബില്ല് പൈലറ്റ് ചെയ്തിട്ട് ഗവൺമെന്റ് ബില്ല് പൈലറ്റ് ചെയ്യാം, പ്രൈവറ്റ് ബില്ല് വരാം. അങ്ങനെ വന്നാൽ ചർച്ച ചെയ്യണം. ഇത് ഇന്ത്യയിലെ 85% ആളുകളെ ബാധിക്കണം നിയമം. സ്വാഭാവികമായി അതിന്റെ അവധാനതയോടെ നിയമം പൈലറ്റ് ചെയ്യണം. ഇനി നിങ്ങളെ അൾട്രാ വൈറസ് ആണ് ചെയ്യണതെങ്കിലും നിയമം പൈലറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കമ്മിറ്റി പരിശോധന വേണം. ലോകസഭ പാസാക്കിയാൽ രാജ്യസഭയിൽ വരണം. അവിടെ വ്യവസ്ഥാപിതമായ ചർച്ച വേണം. പാർലമെന്റിൽ BJP ബഹളമുണ്ടാക്കി ബില്ല് പാസാക്കി. ലോകസഭയിൽ, രാജ്യസഭയിൽ വന്നു. ലോകസഭയിൽ നമ്മുടെ ആളില്ല കേട്ടോ. നമുക്കാകെ 2 ആളേ ഉള്ളൂ. പക്ഷെ കേരളത്തിൽ ഇപ്പൊ പരിപ്പുവടയും ഉഴുന്നുവടയും ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നടക്കണ വയനാട് MP ഉൾപ്പെടെ 19 ആളുണ്ട്. അവരെ നിയമം ഉണ്ടാക്കുമ്പോ പിണറായി വിജയൻ ഗവൺമെന്റിനെ പിരിച്ചുവിടണം എന്നുള്ള പോസ്റ്ററായിട്ട് നിൽക്കായിരുന്നു പാർലമെന്റിൽ. കൃഷിക്കാരെ കൊല്ലാനുള്ള നിയമം നരേന്ദ്രമോദി ഉണ്ടാക്കുമ്പോ രാജ്യസഭയിൽ വന്നു. അവിടെ 5-6 ആളുണ്ട് ഇടതുപക്ഷത്തിന്. അവരെണീറ്റ് ഉന്നയിച്ചു, ക്രമപ്രശ്നം ഉന്നയിച്ചു. എണീറ്റ ആളുകളെ മുഴുവൻ സസ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ നിയമം ഉണ്ടാക്കിയത്, വോട്ടെടുപ്പില്ലാതെ. രാജ്യസഭയിൽ വോട്ടെടുപ്പ് വന്നാൽ BJP പരാജയപ്പെടുമായിരുന്നു. അതാന്നല്ല, നിങ്ങളിപ്പോ രാജ്യദ്രോഹികളാണോ എന്നാണ് പറയുന്നത്. അങ്ങനെ വെച്ചാൽ ആരാ രാജ്യദ്രോഹി? BJP ഗവൺമെന്റിൽ പങ്കാളിയായിരുന്ന സിമ്രത്ത് കൗർ ബാദൽ, ശിരോമണി അകാലിദളിന്റെ നേതാവ്, ക്യാബിനറ്റ് മന്ത്രിയായിരുന്നു, രാജിവെച്ച് കൊടിപിടിച്ച് സമരത്തിലാണ്. ഷേത്കാരി സംഘടനയുടെ നേതാവ് രാജിവെച്ച് സമരത്തിലാണ്. BJP MP രാജിവെച്ച് സമരത്തിലാണ്. ഹനുമാൻ ബെനിവാൾ രാജിവെച്ച് സമരത്തിലാണ്. MP-മാരാണ്. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ സമരത്തിലാണ്. പാർലമെന്റിനെ അട്ടിമറിച്ചു, ഭരണഘടന അട്ടിമറിച്ചു, നിയമം ഉണ്ടാക്കുക. കൃഷിക്കാർ പറഞ്ഞ കാര്യം എന്താ? ഈ നിയമം നിങ്ങൾ മാറ്റൂ. ഈ നിയമത്തിനകത്ത് ചതിക്കുഴികളുണ്ട്. എന്തിനാണോ നിയമം? വളരെ ലളിതാട്ടോ. എന്തിനാ നിയമം? എന്തിനാണ് ഇപ്പൊ നിയമം? ഈ നിയമം എന്താ? കൃഷിക്കാരെ രക്ഷിക്കാനാണോ? ഈ നിയമത്തിന്റെ ഉള്ളടക്കം എന്താ? അംബാനി, അദാനി 28 കമ്പനികൾ ഏഗ്രോ ബേസിസിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ് ഈ നിയമം. എന്തിനൊക്കെയാ? ഒന്ന്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. നിലവിൽ ഉത്തരേന്ത്യയിലൊക്കെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ചന്തകളുണ്ട്, മണ്ടികൾ എന്നാണ് പറയുന്നത്. അവിടെ ഒരു മിനിമം വില നിശ്ചയിച്ച് അതിന് കൊടുക്കും സാധനങ്ങൾ. ആ മണ്ടികളുടെ പുറത്ത് സ്വകാര്യ ചന്തകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതാണ് ഒരു നിയമം. എന്നിട്ട് നരേന്ദ്രമോദി പറയണം നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിൽക്കാലോ എന്നാണ്. അത് അംബാനിക്ക് അദാനിക്ക് സാധനം ഉണ്ടാക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. FCI ഗോഡൌണുകൾ ഉത്തരേന്ത്യയിലെ മുഴുവൻ അദാനിയുടെയും അംബാനിയുടെയും കയ്യിലാണ്. കഴിഞ്ഞ 5 കൊല്ലമായി നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുമ്പോൾ FCI ഗോഡൌണുകളിലെ സംഭരണശാലകളിൽ സംഭരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കുള്ള സബ്സിഡി കൊടുക്കണില്ല. 70,000 കോടി കടവാണ്. നരേന്ദ്രമോദി പറഞ്ഞു FCI വിറ്റോ. വാങ്ങാൻ വരികയാണ് അംബാനി അദാനി. അപ്പൊ FCI ഗോഡൌൺ അംബാനിക്കും അദാനിക്കും. മണ്ടികളുടെ പുറത്ത് സ്വകാര്യ ചന്ത അംബാനിക്കും അദാനിക്കും. പുറമെ ഫാമേഴ്സ് എംപവർമെന്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു വരുന്ന നിയമത്തിന്റെ ഉള്ളിലുള്ളത് കരാർ കൃഷി നിയമാനുസാരിയാക്കുന്നതാണ്. 2 ഏക്കർ 3 ഏക്കറൊക്കെ ഭൂമിയുള്ള കൃഷിക്കാരുടെ കയ്യിൽ നിന്ന് അംബാനി അദാനിയും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യും. പലിശക്ക് അവര് പൈസ കൊടുക്കും. കൃഷിക്കാരെ കൃഷിയിൽ നിന്ന് ഒഴിവാക്കും. അപ്പോ
പാട്ടകൃഷി നിയമാനുസൃതമാക്കി 10,000-കണക്കിന് ഏക്കർ കൃഷിഭൂമി അംബാനിക്കും അദാനിക്കും. FCI ഗോഡൌൺ അംബാനിക്കും അദാനിക്കും. അവർക്ക് സാധനങ്ങൾ വാങ്ങാൻ പുറത്തുനിന്ന് ചന്ത അംബാനിക്കും അദാനിക്കും. ഇതിന് തടസ്സമില്ലാതിരിക്കാനാണ് അവശ്യ വസ്തു നിയമം ഭേദഗതി ചെയ്തത്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. എന്താ അവശ്യ വസ്തു? അരി, പയറ്, ഭക്ഷ്യ എണ്ണ, ധാന്യങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. ഇതിന് നിലവിലുള്ള നിയമപ്രകാരം സർക്കാരിനെ സംഭരിക്കാൻ പറ്റും, FCI ഗോഡൌണിൽ വെക്കണം. എന്നാൽ അത് ഭേദഗതി ചെയ്ത് കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ സംഭരിക്കാം, അംബാനിക്കും അദാനിക്കും സംഭരിക്കാം. കൃഷിക്കാരന്റെ ഏറ്റവും ന്യായമായ ആവശ്യം എന്താ? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കണം. ഈ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ 465 പൊതുയോഗങ്ങളിലാണ് അയാൾ ഈ രാജ്യത്ത് പ്രസംഗിച്ചത്. അതിൽ 240 പൊതുയോഗങ്ങളിലും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം ദേശീയ കാർഷിക കമ്മീഷൻ നിയമം നടപ്പാക്കുന്ന, നമ്മളറിയാം സ്വാമിനാഥൻ കമ്മീഷൻ എന്ന സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ പോവാ. അധികാരത്തിൽ വന്നാൽ എന്താ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശ? ഇന്ത്യയിലെ കാർഷിക തകർച്ചയുടെ കാരണം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയുടെ പ്രശ്നമാണ്, മാർക്കറ്റിംഗിന്റെ. കൃഷിക്കാരന് ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി വിലയെങ്കിലും കൊടുക്കണം. ഇത് നടപ്പാക്കെന്ന് പറഞ്ഞ് ഒട്ടുവാങ്ങി അധികാരത്തിൽ പോയി നരേന്ദ്രമോദി. ഇപ്പോ കൃഷിക്കാരൻ പറയണം ഞങ്ങൾക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് വേണമെന്നാണ്. പക്ഷെ ചർച്ചയ്ക്ക് വരണമെങ്കിൽ മുന്നുപാധി BJPയുടെ ഗവൺമെന്റ് പറഞ്ഞ എന്താ? മിനിമം സപ്പോർട്ട് പ്രൈസ് നിങ്ങൾ മിണ്ടാൻ പാടില്ല. ആരെ സഹായിക്കാനാ? കൃഷിഭൂമി അംബാനിക്കും അദാനിക്ക്, FCI ഗോഡൌൺ അംബാനിക്കും അദാനിക്ക്, മാർക്കറ്റ് അംബാനിക്കും അദാനിക്ക്, സംഭരണത്തിനുള്ള നിയന്ത്രണം എടുത്തു കളഞ്ഞ് അവരെ സഹായിച്ചു. മിനിമം താങ്ങുവില പറഞ്ഞ അംബാനി അദാനിയും കൃഷിക്കാരന് ആ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് സാധനം വാങ്ങാൻ ഇതിനാണ് നിയമം. ഈ നിയമമുണ്ടാക്കി ഈ രാജ്യം മുഴുവൻ കൃഷിക്കാരെ പെരുവഴിയിലാക്കി അവര് സമരത്തിന് വരുമ്പോ RSSന്റെ ശാഖകളിൽ പരിശീലിപ്പിച്ച കൊലയാളികളെ ആയുധം കൊടുത്ത് നമ്മുടെ കർഷക സമര യോദ്ധാക്കളുടെ ഇടയിലേക്ക് കടത്തിവിടാണ്, വെടിവെച്ച് കൊല്ലാൻ. പോലീസുകാരൊക്കെ നിഷ്ഠൂരമായി ആക്രമിക്കുകയാണ്. നോക്കൂ, ഇന്ന് രാജ്യത്തിറങ്ങിയ ഒരു പത്രത്തിന്റെ മുമ്പിലുണ്ട് ഒരു പോലീസുകാരന്റെ ബൂട്ടിന്റെ അടിയിൽ മുഖം ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ഒരു ഇന്ത്യൻ കർഷകന്റെ ചിത്രമുണ്ട്. ചോര ഞരമ്പിലോടുന്ന ഏതും മനുഷ്യന്റെയും ഞരമ്പിൽ തീപിടിപ്പിക്കുന്നതാണത്. എന്നിട്ട് റിപ്പബ്ലിക് ദിനത്തിൽ കൃഷിക്കാര് ഞങ്ങൾ ട്രാക്ടർ പരേഡ് നടത്തുക. 500 കർഷക സംഘടനകളാണ് സംയുക്ത കിസാൻ മോർച്ചയിലുള്ളത്. അതിലില്ലാത്ത RSSകാരുടെ സംഘടനക്കാര് അവരെയും കൊണ്ടുപോയി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. നിങ്ങൾ ആലോചിച്ചു നോക്ക്. കൃഷിക്കാരുടെ സമരം കഴിഞ്ഞ ജൂൺ 5 മുതൽ ആരംഭിച്ച സമരം ഏതാണ്ട് 6-7 മാസമായി സമാധാനപരമാണ്. ഒരു പൊടി ആരുടെ മേലെ വീണിട്ടില്ല. അക്രമികളായിട്ടുള്ള ആളുകളെ മുഴുവൻ ഒഴിവാക്കിയിട്ട സമരം. ദീപ് സിദ്ധു എന്ന് പറയുന്ന RSSകാരൻ, അയാൾ അക്രമിയാന്ന് അറിഞ്ഞുകൊണ്ട് ഇയാളെ സമര സംഘടനയിൽ കൂട്ടിയിട്ടില്ല. കൃഷിക്കാരുടെ സമരം അക്രമ സമരാന്ന് വരുത്താൻ വേണ്ടി ആദ്യം അതിന്റെ അകത്തേക്ക് ആളെ പരിശീലിപ്പിച്ചു വിട്ടു. റിപ്പബ്ലിക് ദിന പരേഡ് സമാധാനപരമായി നടത്താൻ പോലീസ് കൊടുത്ത മാർഗത്തിലൂടെ പോണ ആളുകളിൽ ഈ RSS ജാരന്മാരെ കയറ്റിവിട്ട് വഴിതിരിച്ചു വിട്ടു. ചെങ്കോട്ടയിൽ പോയി പതാക ഉയർത്തി. വലിയ വിവാദമല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പോ എന്ത് വലിയ രോഷത്തിലാണ് ചിലർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ടയല്ലേ പതാക ഉയർത്താമോ? 2 ചോദ്യം സാധാരണ മനുഷ്യന്റെ മനസ്സിൽ വരും. ഈ ചെങ്കോട്ടെന്ന് ആരുടെ കയ്യിലാണോ? ഈ രാജ്യത്തിന്റെ പ്രൗഢിയുടെ പ്രതീകമായ ചെങ്കോട്ട ആരുടെ കയ്യിലാണ്? നരേന്ദ്രമോദി ഭരിക്കുമ്പോ ഡാൽമിയ എന്ന വ്യവസായ കുത്തകയുടെ കയ്യിലാണ്. ചെങ്കോട്ട തന്നെ ഡാൽമിയക്ക് വിറ്റിങ്ങള്. അവിടെ വമ്പിച്ച സുരക്ഷാ സംവിധാനം കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. എങ്ങനെ അവിടെ ചെന്ന് പതാക ഉയർത്തുക? നിങ്ങളുടെ ഒത്താശയില്ലാതെ RSSകാരനായ ദീപ് സിദ്ധു എന്ന് പറയുന്ന ആള് ഈ സമരത്തെ പൊളിക്കാൻ അതിനുവേണ്ടി പോലീസിന്റെ സഹായത്തോടെ ബാരിക്കേഡുകൾ മാറ്റി കൊടുത്തിട്ടാ പോണത്. എന്നിട്ട് നാട്ടുകാരെന്നും പറഞ്ഞ് 40 RSSകാരെ ഇറക്കി കല്ലെറിയ സമര വളണ്ടിയർമാർക്കെതിരായി. അതുകൊണ്ടാണ് ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം വെച്ച ഗാന്ധിജിയുടെ പാത പിന്തുടർന്ന് ഇന്ത്യയിലെ കൃഷിക്കാരൻ പറഞ്ഞത് വെടിവെച്ചു കൊന്നോ, ഞങ്ങൾ പിന്നോട്ട് പോവില്ല. ഇതിന്ന് ഇന്ത്യയുടെ മാർഗമാണ്. ഇതാണ് മാർഗം. സമാധാനപരമായ സമരത്തിലൂടെ അസത്യവും അപവാദവും ഹിംസയും കൊണ്ട് നാടിനെ കീഴടക്കാൻ വരുന്ന സംഘപരിവാരത്തിന്റെ ഭരണത്തിനെതിരായി
ഇന്ത്യയിലെ ജനങ്ങളുടെ സംഘടിതമായ ശക്തി അഹിംസയുടെ അടിസ്ഥാനത്തിൽ നോൺ വയലന്റായി ജനാധിപത്യപരമായി പ്രതിഷേധിക്കുക, ഒന്നുകിൽ പൊരുതുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഗാന്ധിയൻ മുദ്രാവാക്യം ഏറ്റെടുത്ത് സമരാണ്. ഇതാണ് മാർഗം, വേറെ മാർഗമില്ലല്ലോ. കാരണം തകർത്തു നമ്മുടെ നാട്. അത് നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോണില്ല, സമയപരിമിതി. ഞങ്ങൾ ഉന്നയിക്കുന്ന ചർച്ച, ഈ പോരാട്ടം നടക്കുമ്പോൾ ആർക്കും സംശയമില്ല, നരേന്ദ്രമോദി നാട് തകർക്കുകയാണ്, ജനാധിപത്യത്തെ തകർക്കുകയാണ്, മതനിരപേക്ഷതയെ തകർക്കുകയാണ്, മൗലിക അവകാശങ്ങളെ തകർക്കുകയാണ്, ഭരണഘടനയെ അട്ടിമറിക്കുകയാണ്, രാജ്യത്തെ വിഭജിക്കുകയാണ്. ആർക്കും സംശയമില്ല. വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയാണ്, വിയോജിപ്പുള്ളവരെ വെടിവെച്ച് കൊല്ലുക. ഈ നാട്ടിലെ മനുഷ്യനായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും എടുത്തു കളയുക. ആധുനിക ഭാരതം എന്ന് പറയുന്ന ഈ നാടിനെ നിങ്ങൾ കൊണ്ടുചെന്നെത്തുന്നത് വളരെ അപമാനകരമായ നിലയിലാണ്. നിങ്ങൾ ആലോചിച്ചു, ഇന്ത്യ എങ്ങടെ പോണു? ഇന്ന് ശ്രീ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ജന്മദിനമാണ്. വെങ്കിട്ടരാഘവൻ സുബ്രഹ്മണ്യനും ശ്രീ സുബ്രഹ്മണ്യൻ, രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ആളുകളാണ്. അങ്ങനെ ശാസ്ത്രപ്രതിഭകൾ 1910 ജനിച്ച ആളുകളാട്ടോ. ആര്യഭട്ടനും ഭാസ്കരൊക്കെ ഉണ്ടായിരുന്ന ഈ നാട്, ബഹിരാകാശ ശാസ്ത്രത്തെ വരെ പഠിച്ചിരുന്ന ഈ നാട് എങ്ങടെ പോണം? കോവിഡ് മഹാമാരി രാജ്യത്ത് വന്നപ്പോ RSSകാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചെന്തറിയോ? കോവിഡിന് മരുന്ന് നാട്ടിലുണ്ട്. വരെ ബീഫ് നിരോധിച്ചപ്പോ നമ്മൾ നാട് മുഴുവൻ ബീഫ് ഫെസ്റ്റ് നടത്തി DYFI. ഇപ്പോ RSSകാർ ഉത്തരേന്ത്യയിൽ, ഇവിടെ എവിടെയെങ്കിലും നടത്തണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഉത്തരേന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂറിൻ ഫെസ്റ്റ് ആണ്. നിങ്ങൾ വാർത്തയിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും യൂറിൻ ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. പശുവിന്റെ മൂത്രം കുടിച്ച കൊറോണ വരില്ല. വെറുതെ പറയല് മാത്രമല്ല, യൂറിൻ ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള സമ്മേളനം. രാഷ്ട്രീയ കാമധേനു ആയോഗ് എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ടാക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. അതിൽ 3000 സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു. എന്തിനുള്ള സ്റ്റാർട്ടപ്പ്? പഞ്ചഗവ്യം ഉണ്ടാക്കി കൊടുക്കാനാണ്. ചാണകം, മൂത്രം, മോര്, പാല്, നെയ്യ് ചേർത്ത് പഞ്ചഗവ്യം ഉണ്ടാക്കി ഓൺലൈനിൽ കിട്ടും. അത് തിന്നാ നിക്കുത്ര കൊറോണ. അത് പ്രചരിപ്പിക്കുകയാണ്. നോക്കൂ, ഒരു മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം ഇപ്പൊ വാട്സാപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. പശു മൂത്രമൊഴിക്കുമ്പോ പശുവിന്റെ മൂത്രം ഇങ്ങനെ താഴേക്ക് വരുമ്പോ അത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക. മൂപ്പര് നമ്മുടെ മൂത്രമാണ് പോലും. എന്തേ ഇങ്ങനെ നേരിട്ട് കുടിക്കാൻ? പാത്രത്തിലാക്കിയ ശുദ്ധി ഉണ്ടാവില്ല, അശുദ്ധിയായി പോവും. അതുകൊണ്ട് നേരെ ഈ പശു അലാം വെച്ചിട്ടാ മൂത്രമൊഴിക്കല്. ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നാട് ഭരിക്കണ ആളാ. UPയിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കട്ട BJP ആണ്. നരേന്ദ്രമോദിയെക്കാളും വലിയ RSS ആണ്. നരേന്ദ്രമോദി മാറിയ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അടുത്തവണ വെക്കണം തീരുമാനിച്ചിട്ടുള്ള ആളാണ് അവര്. അയാളാണ് UPയെ പോലെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. പശു മൂത്രമൊഴിക്കണത് നോക്കിപ്പോയി ഇരിക്കുകയാണ് രാവിലെ, അത് മൂത്രം നേരിട്ട് കുടിക്കാൻ. എന്നിട്ട് പറയാണ് ഇത് കുടിച്ച് അങ്ങക്ക് ഉണ്ടാവൂലേ. എടോ, ഇതാണ് പരമാവധി സംഘം RSS. പരമാവധി. ഇതിന്റെ അപ്പുറത്തുണ്ടാവില്ല. ഇതിന് യൂറിൻ ഫെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. എവിടത്തേക്കാണ് ഈ നാട് പോണ? തമിഴിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറഞ്ഞ കേട്ടില്ലേ, നമ്മ ഇന്ത്യാവിലെത്താൻ നെയ്യ് എരിക്കരുത്, പാല കൊട്ടരുത്, മൂത്രം കുടിക്കരുത്. അങ്ങനെയാണ്. നെയ്യാണല്ലോ കഴിക്കേണ്ടത് ശരീരത്തിന് പോഷകം ഉണ്ടാവാൻ. പാലാണല്ലോ കുടിക്കേണ്ടത്. നമ്മൾ നെയ്യ് കത്തിച്ച് കളയും, പാല് അഭിഷേകം ചെയ്ത് കളയും, മൂത്രം കുടിക്കും. ഇതാണ് ഇവരുടെ നാട്. പ്രാചീന സംസ്കാരത്തിന്റെ നാട്, 1000 ആണ്ട് പഴക്കമുള്ള നാട്. എങ്ങനെ കൊണ്ടുപോകണത്? ഈ നാട് മുഴുവൻ മൂത്രം കുടിയന്മാരും ചാണകം തീനികളാക്കി മാറ്റിയ, അതിനുവേണ്ടി ഔദ്യോഗിക നാടാക്കി. ഫെബ്രുവരി 25-ാം തീയതി പരീക്ഷ നടക്കുക, പശുശാസ്ത്ര പരീക്ഷ. അത് സിലബസ് വന്നു. കാമധേനു ആയോഗ് വെറുതല്ല, സിലബസ് വന്നു. ആ സിലബസിൽ എഴുതിയേക്കണം എന്താ? ഇന്ത്യൻ പശു നാടൻ, ജേഴ്സി പശു വ്യത്യാസം. ഇന്ത്യൻ പശു വീട്ടിൽ വിരുന്നാര് വന്നാൽ എണീറ്റ് നിൽക്കും. ജേഴ്സി പശു എണീക്കില്ല, മര്യാദ ഇല്ല പോലും. സിലബസ്. ഇന്ത്യൻ പശു വൃത്തിയായ സ്ഥലത്തെ കിടക്കും, ജേഴ്സി പശു ചാണകത്തിലും കിടക്കും. ചാണകം തിന്നണോമാരാ പറഞ്ഞത്. അതാണ് ഇത്. ബിസ്ക്കറ്റാക്കി തിന്നണോമാരാ പറഞ്ഞത്. എവിടത്തേക്കടോ ഈ നാടിനെ കൊണ്ടുപോകണം? എന്നിട്ട് കയ്യിൽ ഇത് കെട്ടി 56 ഇഞ്ച് നെഞ്ചാക്കി എവിടേക്കാ പോണത്?
അജിത്ത് എന്ന് പറയുന്ന യുവശാസ്ത്രജ്ഞൻ ഇന്ന് അവാർഡ് വാങ്ങി ഇന്റർനാഷണൽ ആയിട്ട്. എന്തിനായൊക്കെ അവാർഡ് അറിയോ? ആ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുന്നത് ഐൻസ്റ്റീൻ വികസിപ്പിച്ച സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കണ്ടെത്തൽ നടത്തിയതാണ്. തമോഗർത്ത സിദ്ധാന്തത്തിനകത്തുള്ള പുതിയ കണ്ടെത്തൽ, യുവശാസ്ത്ര പ്രതിഭയ്ക്കുള്ള അവാർഡ്. അങ്ങനെ ലോകം മാറിക്കണോ? ശാസ്ത്രം മാറുന്നു, അറിവ് വികസിക്കണു. അന്ന് ഇന്ത്യക്കാരെ മുഴുവൻ ചാണകം തീറ്റികളാക്കി മാറ്റുന്ന, മൂത്രം കുടിയന്മാരാക്കി മാറ്റുന്നതാണ് പരമാവധി നരേന്ദ്രമോദിയുടെ ഭരണം. എന്നിട്ട് അവർ ഈ രാജ്യത്തെ മനുഷ്യനെ അംബാനിക്കും അനാനിക്കും തീരെഴുതാൻ വേണ്ടി പാർലമെന്റിന്റെ കൺവെൻഷനുകളെ അട്ടിമറിച്ച്, ഭരണഘടന അട്ടിമറിച്ച്, നിയമമുണ്ടാക്കി, സുപ്രീം കോടതിയെ കാൽ കീഴിലാക്കി ഞങ്ങൾ അങ്ങ് ഭരിച്ചുകള എന്ന് പറയുമ്പോ കീഴടങ്ങാൻ മനസ്സില്ല എന്ന് പറഞ്ഞ് പോരാട്ടത്തിന്റെ പതാക ഉയർത്താണ് മാർഗം. ഈ മാർഗത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പങ്ക് എന്താണെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഞങ്ങൾ ചർച്ച ചെയ്യണതാ ഗാന്ധിജിയുടെ പ്രസ്ഥാനം. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പറയുക. ഇപ്പൊ ജാഥയൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ തന്നെ ഞാൻ വന്നപ്പോ പറഞ്ഞു, ഇവിടെ ജാഥ ഉണ്ട് പോലും. എന്തിന് ജാഥ? എന്തിന്? എന്താണ് നിങ്ങൾ രാജ്യത്തെ ജനങ്ങളെ മുമ്പിൽ വയ്ക്കണത്? ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന RSSന്റെ നയങ്ങളോട് നിങ്ങളുടെ നിലപാടെന്താ? ഉമ്മൻചാണ്ടി പറയും ഞങ്ങൾ എതിർക്കുകയാണ്, ചെന്നിത്തല പറയും എതിർക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് രാവിരുട്ടി വെളുക്കുമ്പോ എല്ലാ കോൺഗ്രസും BJP ആവണത്? നിങ്ങൾ എതിർക്കുക വെച്ചാൽ മറുപടി പറയണ്ടേ? എങ്ങനെയാണ് കോൺഗ്രസ് ഇരുട്ട് വെളുക്കുമ്പോഴേക്കും എല്ലാ കോൺഗ്രസും BJP ആയി മാറുന്നത്? എങ്ങനെയാണ്? ഗാന്ധിയൻ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു, RSSനെ എതിർക്കുന്നു, ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന കോൺഗ്രസുകാരൻ ഇരുട്ടി വെളിക്കുമ്പോ സംഘപരിവാരത്തിന്റെ കടത്തിണ്ണകളിൽ നിരങ്ങുന്നത് എങ്ങനെയാ? മറുപടി പറ. എവിടെയാണ് BJP വന്നത്? കോൺഗ്രസ് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ. ആരെയാണ് BJP വിലക്കെടുത്തത്? കോൺഗ്രസിന്റെ MLA-മാരെ, MP-മാരെ. 112 MP, 124 MLA, 4 മുഖ്യമന്ത്രി, എല്ലാം BJP-യിലാണ്. ഇപ്പതാ ഞാൻ പറഞ്ഞു, പുതുച്ചേരിയിലെ 14 MP-മാരെ ഇന്നലെ വാങ്ങി. ഇവിടെ ഇപ്പൊ KPCC പ്രസിഡന്റ് ആക്കണം എന്ന് പറഞ്ഞ നടക്കണ കണ്ണൂരിലെ നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ആയിട്ട് ചർച്ച നടത്തി അങ്ങോട്ട് പോകാൻ നിന്ന ആളാ. നമുക്കറിയാം എല്ലായിടത്തും. ഇവരാണോ ഈ രാജ്യത്തിന് ബദൽ രാഷ്ട്രീയം വയ്ക്കണത്? BJP-ക്കെതിരായി നമ്മുടെ കേരളത്തിലെ പോലും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വയനാട്ടിലേക്ക് AICC പ്രസിഡന്റ് മത്സരിക്കാൻ വന്നപ്പോ ഇയാൾ ഇതാ പാർലമെന്റിൽ BJP-യെ ചെറുക്കാൻ നിൽക്കുന്നതാണ്. പിന്നീട് പാർലമെന്റ്, നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന പാർലമെന്റ് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന നിർണായകമായ നിയമങ്ങൾ ഉണ്ടാക്കി. കാശ്മീരിന്റെ പദവി എടുത്തു കളഞ്ഞു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. 35A എടുത്തു കളഞ്ഞു. കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ മാത്രമല്ല, അവിടെ തുറന്ന ജയിലാക്കി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈനിക സാന്നിധ്യമുള്ള നാടാ കാശ്മീർ. അവിടെയാണ് 50,000 പട്ടാളക്കാരെ വീണ്ടും ഇറക്കി തുറന്ന ജയിലാക്കി. മൊബൈൽ ഫോണില്ല, ഇന്റർനെറ്റ് ഇല്ല, ആധുനിക സൗകര്യങ്ങളില്ല, യാത്ര ഇല്ല, ഒന്നുമില്ല. BJP-യോടൊപ്പം മുഖ്യമന്ത്രിയായിരുന്ന, ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന മെഹബൂബ മുഫ്തിയെ വരെ വീട്ടിൽ തടങ്കലിലാക്കി. നമ്മുടെ പാർട്ടിയുടെ നേതാവ് തരിഗാമി ശഖാവിനെ കാണാൻ യെച്ചൂരിക്ക് ഹെബിയസ് കോർപ്പസ് ഹർജി കൊടുക്കേണ്ടി വന്നു സുപ്രീം കോടതി. അങ്ങനെയാണ് കാശ്മീർ. അന്ന് ഈ AICC പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധി ചെയ്തതെന്താ? അന്ന് മൂപ്പര് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഭരണഘടന പാസാക്കുമ്പോ നിങ്ങൾ കണ്ടില്ലേ? മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ വടയുടെ ഉള്ളില് നോക്കുക, വടയുടെ ഉള്ളില് ഉയിന്നുവടയില് ഓട്ടുണ്ടാവുന്നതാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ചിത്രം. അവിടെ കൃഷിക്കാരന്റെ നെഞ്ചത്തേക്ക് വെടിവെച്ച് ശരീരം തുളഞ്ഞ് കൃഷിക്കാരൻ കിടക്കുകയാണ്. അപ്പൊ ഓൻ ഇവിടെ വന്ന് നോക്കണത് ഉഴുന്നുവടക്ക് തുള ഉണ്ടാവുന്നതാണ്. ബിരിയാണി, തൈര്, മോര്. എടോ ഇതാടോ കോൺഗ്രസ്. നിങ്ങൾ ഒന്നുകിൽ RSS ആണ്, അല്ലെങ്കിൽ മന്ദബുദ്ധികളായ കുട്ടികളെ പോലെ ഈ നാടിന് മുമ്പിൽ പരിഹാസ്യമായി ഈ നാട് മുഴുവൻ അതിജീവനത്തിന് പോരാടുമ്പോ സംഘപരിവാരം പടച്ചുവിട്ട മന്ദബുദ്ധികളെ പോലെ നിങ്ങൾ ആളുകൾക്കിടയിൽ കോമിക്കായിട്ട് നടക്കും. അതേ ഉള്ളൂ കോൺഗ്രസ്. ലീഗ് കുഞ്ഞാപ്പ അങ്ങോട്ട് ചെന്നില്ലേ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടാൻ, വിറപ്പിക്കാൻ. എന്തുണ്ടായി? കാശ്മീർ നിയമം പാർലമെന്റിൽ പാസ്സാക്കിയപ്പോ കുഞ്ഞാപ്പ എവിടെയായിരുന്നു? ബളാഞ്ചേരിയിലെ കല്യാണത്തിന്റെ ബിരിയാണി ചെമ്പ് നക്കായിരുന്നു.
മുത്തലാഖ് പാസാക്കിയപ്പോ കുഞ്ഞാപ്പ എവിടെയായിരുന്നു? അണ്ണാക്കില് പുണ്ണാക്കിട്ടിരിക്കുകയായിരുന്നു, പാർലമെന്റിൽ മുണ്ടില്ല. ലവ് ജിഹാദിന്റെ പേരിൽ വേട്ടയാടുന്ന നിയമം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ മിണ്ടിയില്ല. പൗരത്വ നിയമത്തിനെതിരായി രാജ്യം മുഴുവൻ പ്രതിഷേധിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? മിണ്ടിയില്ല. എന്നിട്ട് ഇപ്പൊ അവിടുത്തെ പോരാട്ടം അവസാനിപ്പിച്ച് ഇങ്ങോട്ട് വന്നു. ഈ നാട് മുഴുവൻ വർഗീയവാദികള് ഈ രാജ്യത്തിന്റെ ഹൃദയത്തെ തകർത്ത്, ഈ രാജ്യത്തിന്റെ ചിന്താശേഷിയെ തകർത്ത്, ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നിടം വിശുദ്ധ ഇടമായി പ്രഖ്യാപിച്ച് ഈ നാടിനെതിരായി വർഗീയതയുടെ തേരോട്ടം നടത്തുമ്പോ അതിനെ ചെറുത്തു നിൽക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ഇങ്ങോട്ട് വന്നു. തീവ്രവാദികളെ കൂട്ടാൻ ഇവിടെ വന്നു. ഈ രാജ്യത്തെ ജനങ്ങൾ ചിന്തിക്കണം, എങ്ങടാണ് ഈ നാട് പോവുക? എന്താണ് ഈ രാജ്യത്തിന്റെ ഭാവി? നമ്മൾ കാണുന്നത്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിയമത്തിലൂടെ ഈ രാജ്യത്ത് വരുന്ന ജനവിരുദ്ധ സമീപനങ്ങളാണ്. ഇന്നലെ വരെ നമ്മൾ അനുഭവിച്ചിരുന്ന അവകാശങ്ങളെ മുഴുവൻ നിയമം മൂലം നിഷേധിച്ച് സംഘപരിവാരം അഴിഞ്ഞാടും നമ്മുടെ നാട്ടിൽ. കേരളത്തിൽ അത് നടക്കാതെ പോകുന്നത് രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ തെരുവിൽ നിൽക്കുന്നത് കൊണ്ടും പിണറായിയുടെ ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് സംഘപരിവാരത്തിന്റെ അഴിഞ്ഞാട്ടം ഇവിടെ നടക്കാത്തത്. വരികയാണ് ഈ നിയമങ്ങൾ, ഈ സമീപനങ്ങൾ. അവിടെ ആരാണ് ചെറുക്കുക? അതാണ് ഈ രാജ്യം ഉയർത്തുന്ന ചോദ്യം. ഇന്ത്യയിൽ ബിജെപിക്ക് ലോകസഭയിൽ കേവല ഭൂരിപക്ഷം, രാജ്യസഭയിൽ അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള നീക്കം, എല്ലാ സംവിധാനങ്ങളും തകർന്നു. പ്രതീക്ഷയേറ്റ് നിൽക്കുകയാണ്. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പരിഹസിച്ചു, കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച്. കമ്മ്യൂണിസ്റ്റുകാർ എവിടെ ഉണ്ടോ? കേരളം, ബംഗാള്, ത്രിപുര. ബംഗാളും ത്രിപുരയും പോയി, കേരളം മാത്രമേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെയും പോവും. അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിക്കും നരേന്ദ്രമോദി എന്ന വെല്ലുവിളിയാണ് നിങ്ങൾ നടത്തിയത്. സത്യമാണ്, പാർലമെന്റിലൊക്കെ ഞങ്ങൾ എണ്ണം കുറവാ. ബംഗാളിൽ ഞങ്ങൾ പോയി, ത്രിപുരയിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടു. അതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനെ പാർലമെന്റിലുള്ള അംഗബലം കൊണ്ട് കണക്കിലെടുക്കാൻ നിൽക്കരുത്. RSSകാര്, വലതുപക്ഷ രാഷ്ട്രീയക്കാര്. ഞങ്ങൾ ജനിച്ചു വേറെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. 56 നെഞ്ചുകാരൻ നരേന്ദ്രമോദി 50 കൊല്ലം ചോദിക്കാൻ ആളില്ലാത്ത വിധം ചക്രവർത്തിയായി ഈ നാട് വാഴും, അയാൾ പറയുന്നത് നിയമമാവും എന്നൊക്കെ പറഞ്ഞ നിങ്ങള് ഇന്ന് വേർക്കുന്നുണ്ടെങ്കിൽ, മുട്ടിലഴയുന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ കർഷകരുടെ പോരാട്ടത്തിന് മുമ്പിൽ നിങ്ങള് സ്തംഭിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, ആ പോരാട്ടത്തിന്റെ മുന്നണിയിൽ നിന്ന് നയിക്കുന്നത് ഇടതുപക്ഷമാണ്, CPIM ആണ്, കർഷക പ്രസ്ഥാനമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയല്ലേ ഗസിയാപൂരില് രാത്രി ഇലക്ട്രിസിറ്റി നിരോധിച്ചു, പോലീസിനിറക്കി, RSSനെ കൊണ്ട് കല്ലെറിഞ്ഞ് വന്നപ്പോ കേരളത്തിലെ 19 MP അവിടെ ഉണ്ടായില്ല. രാജ്യസഭയിലേക്ക് നമ്മളയച്ച രാകേഷാണ് അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വെടിവെച്ചു വന്നടോ, ഞങ്ങൾ പിരിഞ്ഞു പോവില്ല എന്ന് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരും വേണ്ടി വന്നു. തിക്കായത്ത് സമരപന്തല് പൊളിച്ചുകൊണ്ടുപോകാൻ നിന്ന ആള് പറഞ്ഞു, അവിടെ ഇരിക്കാം, ചൂടും തരിയുള്ള ഒരുത്തം മതി അവിടെ. അതുണ്ട്. ഇന്ന് 10,000 വന്നുകൂടിയത്. കലക്ടർ പോയി, പട്ടാളം പോയി. നിങ്ങൾ വാ, ഇന്ത്യയിലെ ജനങ്ങൾ പോരാട്ടത്തിന്റെ പാതയിലാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് വിശ്വാസ്യത. ഞങ്ങൾക്ക് പാർലമെന്റിൽ, പഞ്ചായത്തിലൊന്നും ഞങ്ങൾ ഉണ്ടാവില്ല പലയിടത്തും. പക്ഷേ എവിടെ എവിടെ മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്നു അവിടെയൊക്കെ പോരാട്ടത്തിന്റെ പതാക ഉയർത്തി ഞങ്ങളുണ്ട്. ഈ രാജ്യത്തെ മതം അടിസ്ഥാനത്തിൽ പൗരത്വ നിയമം നിങ്ങൾ കൊണ്ടുവന്നപ്പോ രാജ്യം മുഴുവൻ പ്രതിഷേധിച്ചപ്പോ അതിന്റെ മുന്നണിയിൽ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച്, ഭരണഘടന ഉയർത്തിപ്പിടിച്ച് CPIM ഉണ്ടായിരുന്നു. കൃഷിക്കാരെ അട്ടിമറിക്കാനുള്ള നീക്കം നിങ്ങൾ നടത്തുമ്പോ അവരോടൊപ്പം ഞങ്ങളുണ്ട്. തൊഴിലാളിക്കെതിരായി ട്രേഡ് യൂണിയൻ നിയമം നിങ്ങൾ പാസ്സാക്കുമ്പോ തൊഴിലാളികളോടൊപ്പം ഞങ്ങളുണ്ട്. നോക്കൂ, ഇപ്പൊ കാശ്മീരില് ഞാൻ പറഞ്ഞല്ലോ, കാശ്മീർ അവിടുത്തെ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് കേന്ദ്ര ഭരണ പ്രദേശമാക്കി, ജയിലാക്കിയവരെ. സ്വാതന്ത്ര്യമില്ല. പട്ടാളക്കാര് പാവപ്പെട്ട ആൾക്കാരെ വെടിവെച്ച് കൊല്ലുകയാണ്. എന്നിട്ട് തീവ്രവാദി അന്ന് സ്റ്റാമ്പ് ചെയ്തിട്ട് രാജ്യത്ത് ഒരു ഭാഗത്ത് കാശ് വാങ്ങിക്കൊണ്ടിരിക്കുക, ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ട്. മറുഭാഗത്തോ രാജ്യദ്രോഹികൾ പാകിസ്ഥാൻ ഏജന്റുമാരായിട്ട് നിൽക്കണം. ആരൊക്കെ അവര്? RSSന്റെ IT സെല്ല് മേധാവി ധ്രുവ് സക്സേന ഈ രാജ്യത്തിന്റെ രഹസ്യം ഒറ്റിക്കൊടുത്തതിന്റെ പേരിൽ പിടിക്കപ്പെട്ട ആള്. ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന RSSന് ബന്ധമുള്ള പോലീസ് SP. അയാൾ കാശ്മീരിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോ അയാളുടെ കൂടെ ഹിസ്ബുൽ മുജാഹിദീൻ തീവ്രവാദിയെ പിടിച്ചു. RSSകാരൻ, പോലീസുകാരൻ. അർണാബ് ഗോസ്വാമി RSSകാരൻ.
അയാൾ പുൽവാമ അറിയാം, ബലാക്കോട്ട് അറിയാം, ചാരരഹസ്യങ്ങൾ അറിയാം. ഇങ്ങനെയുള്ള രാജ്യദ്രോഹികള് നിങ്ങളാണ്. അവിടെ കാശ്മീരിലെ ജനങ്ങള് ആകെ ക്രൈസിസിലായി. അപ്പൊ അവര് 2019 ആഗസ്റ്റ് മാസം 4-ാം തീയതി ഗുപ്കാറിൽ സമ്മേളനം ചേർന്നിരുന്നു. കാശ്മീരിന്റെ പദവി എടുത്തു കളയണതിന് മുമ്പേ അതില് നാഷണൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു, PDP ഉണ്ടായിരുന്നു, CPIM ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു അന്ന്. അതുപോലെ അവാമി നാഷണൽ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു സംഘം, അങ്ങനെ 6 പാർട്ടികളാ ചേർന്നത്. ഓഗസ്റ്റ് 5-ാം തീയതി കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അപ്പൊ ഇപ്പോ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ജയിലിലായി 1.5 കൊല്ലം. വലിയ പ്രക്ഷോഭത്തിന്റെ ഒടുവിൽ ചിലരെയൊക്കെ പുറത്തുവിട്ടപ്പോ അവർ വീണ്ടും കൂടി. അവർ പറഞ്ഞു ഗുപ്കാർ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം എന്താ? കാശ്മീരിന്റെ പഴയ പദവി പുനഃസ്ഥാപിക്കണം, ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം, 35A പുനഃസ്ഥാപിക്കണം, സംസ്ഥാന പദവി തിരിച്ചു തരണം, അവിടെ ഭരണഘടന പറയുന്ന എല്ലാ അവകാശങ്ങളും തിരിച്ചു കിട്ടണം. അവിടെ കമ്മിറ്റി കൂടി. എല്ലാരും ഉണ്ട്, ഈ പറഞ്ഞവരൊക്കെ. മെഹബൂബ മുഫ്തി ഉണ്ട്, ഷെയ്ഖ് ഫാറൂഖ് അബ്ദുള്ള ഉണ്ട്, അതുപോലെ ഈ കാശ്മീരിലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. അവരാലോചിച്ചു ആരാണ് ഇതിനെ നയിക്കേണ്ടത്, ആരാണ് നയിക്കേണ്ടത്. 50 കൊല്ലം കാശ്മീരിൽ മാറി മാറി ഭരിച്ച ആളുകൾ, മുഖ്യമന്ത്രിമാരുള്ള കമ്മിറ്റി അവരാലോചിച്ചപ്പോ കണ്ടെത്തിയത് മുഹമ്മദ് യൂസഫ് തരിഗാമി, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം നേതൃത്വം കൊടുക്കട്ടെ എന്നാ തീരുമാനിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ അതിന്റെ പ്രത്യേകത? അവിടെ CPM-നുള്ളത് 1200 പാർട്ടി മെമ്പർമാരാണ് കാശ്മീർ എന്ന സംസ്ഥാനത്ത്. 2 MLA-മാരുണ്ടായിരുന്നത്, ഇപ്പൊ ഒരു MLA ആണുള്ളത്. അവിടെ 50 കൊല്ലം ഭരിച്ച രാഷ്ട്രീയ പാർട്ടികൾ, നാഷണൽ കോൺഫറൻസും PDP-യും ഇരുന്ന് തീരുമാനിക്കണത് നിങ്ങളെ മുന്നിൽ നിൽക്കൂ. അതാണ് ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യത. നിങ്ങൾ മഹാഭാരതം, ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇതിഹാസമാണ്. ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള സാഹിത്യം. അതിനെ മനോഹരമായ ഒരു നോവലായി എഴുതിയിട്ടുണ്ട്. 1,00,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തെ MT ഏതാണ്ട് 500 പേജുകളുള്ള 2-ാം ഊഴം എന്നൊരു നോവലായിട്ട് എഴുതിയിട്ടുണ്ട്. വായിക്കേണ്ടതാണ്. 2-ാം ഊഴത്തിൽ ഭീമനാണ് നായകൻ. മഹാഭാരതം എന്ന് പറഞ്ഞ ഒരുപാട് നായകന്മാരുള്ളതാണ്. ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, ശന്തനുണ്ട്, കൃപരുണ്ട്, ശാലരുണ്ട്, അശ്വത്ഥാമാവുണ്ട്, കർണനുണ്ട്, ദുര്യോധനനുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, അർജുനനുണ്ട്, ഘടോത്കജനുണ്ട്, അഭിമന്യുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ, മഹാരഥന്മാർ. അതിനിടയിൽ നിന്ന് ഭീമനെ തെരഞ്ഞെടുത്തു. എന്തേ ഭീമനെ തെരഞ്ഞെടുക്കാൻ കാരണം? MT പറയുന്നുണ്ട്, എല്ലാ യുദ്ധങ്ങളും ജയിച്ചവനാണ് ഭീമൻ. മഹാഭാരതത്തില് പാണ്ഡവ കൗരവ യുദ്ധം ആരംഭിക്കുന്ന സന്ദർഭത്തിൽ യുദ്ധതന്ത്രങ്ങൾ ആലോചിക്കുമ്പോ പാണ്ഡവ സേന ഇരുന്ന് ആലോചിക്കുകയാണ് ആരാണ് സേനാധിപൻ. ദൃഷ്ടദ്യുമ്നനാവട്ടെ, ചെറുപ്പക്കാരനായ പാഞ്ചാലിയുടെ സഹോദരൻ ആവട്ടെ പക്ഷെ ആരാണ് മുന്നിൽ നിൽക്കുക? ഭീഷ്മരും ദ്രോണരും കൃപരും കർണനും ദുര്യോധനും ഒക്കെ അടങ്ങിയിട്ടുള്ള കൗരവപ്പടയുടെ എല്ലാ ആക്രമണങ്ങളും വരുമ്പോ മുന്നിൽ ആര് നിൽക്കും എന്ന ചോദ്യമാണ്. പടനായകൻ ദൃഷ്ടദ്യുമ്നനാണ്. പക്ഷേ എല്ലാരും ഒരുമിച്ച് പറഞ്ഞു ഭീമൻ നിൽക്കട്ടെ മുന്നിൽ. എല്ലാ യുദ്ധങ്ങളും ജയിച്ച, യുദ്ധങ്ങളിൽ പിന്തിരിഞ്ഞോടാത്ത പാരമ്പര്യമുള്ള ഭീമൻ നിൽക്കട്ടെ മുന്നിലെന്ന് മഹാഭാരതത്തിൽ തീരുമാനിച്ചത് കൊണ്ടാണ് യുദ്ധം ജയിച്ചവൻ രാജാവ്. അതുകൊണ്ടാണ് 2-ാം ഊഴത്തിൽ നായകനായി ഭീമനെ തെരഞ്ഞെടുത്തത് എന്ന്. അതുപോലെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പട്ടാള സാന്നിധ്യമുള്ള കാശ്മീർ RSS വന്നപ്പോ മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ കാശ്മീരിനെ അതിന്റെ പ്രത്യേക ഐഡന്റിറ്റി തകർക്കാൻ വേണ്ടി കേന്ദ്രഭരണ പ്രദേശമായി വെട്ടിച്ചുരുക്കി വീണ്ടും ഏതാണ്ട് 50,000 പട്ടാളക്കാരെ ഇറക്കി സംസ്ഥാനത്തെ തടവറയാക്കി മാറ്റിയപ്പോ അവിടുത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടങ്ങളിൽ BJP-യുടെ സംഘപരിവാരത്തിന്റെ ഭരണത്തിന്റെ മുഴുവൻ ആക്രമണങ്ങളും നേരിടുന്നതിന്റെ മുൻനിരയിൽ ആര് നിൽക്കണമെന്ന് ചോദിച്ചപ്പോ 50 കൊല്ലം അവിടെ ഭരിച്ച ഷേഖ് അബ്ദുള്ളയുടെ പാർട്ടിക്കും PDP-ക്കും നാഷണൽ കോൺഫറൻസിനും മറുവാക്കുണ്ടായിരുന്നില്ല. CPIM ആവട്ടെ എന്ന് പറയുന്നതിന്. അതാണ് ഞങ്ങളുടെ വിശ്വാസ്യത. നിങ്ങളെ ഞങ്ങൾക്ക് കീഴടക്കാനാവില്ല, വിലയ്ക്ക് വാങ്ങാനാവില്ല, പരാജയപ്പെടുത്താനാവില്ല. പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ആ വിശ്വാസ്യത പാർലമെന്റിലില്ല. നിങ്ങൾ പരിഹസിച്ചോ? ലീഗുകാരൻ, BJP-ക്കാരൻ, കോൺഗ്രസുകാരൻ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ പരിഹസിക്കണത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വിഴുങ്ങാൻ ഞങ്ങൾ സാധാരണ BJP-ക്കാരെ കൂടി ചേർത്താ പറയണത്. കാരണം BJP-ക്കാരന്റെ വിചാരം നരേന്ദ്രമോദി അവിടെ ഭരിക്കണത് ഈ BJP-ക്കാരന് വേണ്ടിയിട്ട് എന്നാണ്. ആണോ? ഈ BJP-ക്കാരന് വേണ്ടിയിട്ടാണോ അദ്ദേഹം ഒരു പാസാക്കിയ നിയമങ്ങള്?
ഏതെങ്കിലും BJP-ക്കാരന്റെ കുടുംബത്തിന് സഹായകരമായ നിലപാടാണോ? തൊഴിൽ നിയമങ്ങൾ പാസാക്കിയപ്പോ ഇനി ഒരിക്കലും ഈ രാജ്യത്ത് സ്ഥിരം തൊഴിലില്ല എന്നുള്ള നിയമം പാസാക്കിയത്. 16-18 മണിക്കൂർ അടിമവേല ചെയ്യണമെന്ന നിയമം പാസാക്കിയത്. എല്ലാ അവകാശങ്ങളും ലംഘിക്കണ നിയമങ്ങളാ പാസാക്കിയത്. DYFI-ക്കാർക്ക് മാത്രമല്ല, യുവമോർച്ചക്കാരനും തൊഴിലില്ല, KSU-ക്കാരനും തൊഴിലില്ല. ഇന്ത്യയിലെ ഏതാണ്ട് 50% ജനസംഖ്യ 25 വയസ്സിന് താഴെയുള്ളവരാണ്. യുവത്വത്തിന്റെ ഇന്ത്യയെ കോർപ്പറേറ്റുകളുടെ ചൂഷണത്തിന് എറിഞ്ഞുകൊടുത്തു. സംഘപരിവാരത്തിലെ ആളുകളെന്നോ DYFI എന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ലാതെ അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം. നിങ്ങൾ തിരിച്ചറിയും ഒരു നാളിൽ ആരായിരുന്നു നരേന്ദ്രമോദി. വെള്ളക്കാരൻ ഇന്ത്യ ഭരിക്കുമ്പോൾ ഷൂ നക്കിക്കൊടുത്ത നരേന്ദ്രമോദിയുടെ പൂർവികന്മാരുടെ പാത പിന്തുടർന്ന് അധികാരം കിട്ടിയപ്പോ അംബാനിയുടെയും അദാനിയുടെയും ഷൂ നക്കി, ചെരുപ്പ് നക്കി ഈ നാടിനെ അവരുടെ കാൽ കീഴിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന രാജ്യദ്രോഹികളായിട്ട് നിങ്ങൾ നിൽക്കുകയാണ്. ഇത് പറഞ്ഞാലോ? കൃഷിക്കാരന്റെ സമരത്തില് വെടിയേറ്റു മരിച്ചു കർഷകൻ എന്ന് പറഞ്ഞിട്ടൊരു ചിത്രം കൊടുത്തതിന്റെ പേരിൽ കേസ്. എല്ലാവർക്കും കേസാ. പത്രക്കാർക്ക് കേസ്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് കേസ്. ദേശദ്രോഹ നിയമം, ഗൂഢാലോചന നിയമം ഭീഷണിപ്പെടുത്തുകയാണ്, വെല്ലുവിളിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഗാന്ധിജിയുടെ രക്തസാക്ഷി ദിനത്തിന്റെ ഈ ചരിത്ര സന്ദർഭത്തിൽ ഞങ്ങൾ പറയുന്നു, ഈ രാജ്യം പോരാട്ടം ആവശ്യപ്പെടുകയാണ്, പിന്മടങ്ങാത്ത പോരാട്ടം ആവശ്യപ്പെടുകയാണ്. ആ പോരാട്ടം ആര് നയിക്കും? ആ പോരാട്ടത്തിന്റെ മുന്നണിയിൽ ആരുണ്ടാവും? BJP ഗവൺമെന്റിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം, മനുഷ്യ സ്നേഹത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വിട്ടുവീഴ്ചയില്ലാതെ പോരാട്ടം നടത്താൻ ആരുണ്ടാവും? ഉമ്മൻചാണ്ടി ഉണ്ടാവോ? രാഹുൽ ഗാന്ധി ഉണ്ടാവോ? കുഞ്ഞാലിക്കുട്ടി ഷായു ഉണ്ടാവോ? നിങ്ങൾ കീഴടങ്ങുകയാണ്. കുഞ്ഞാലിക്കുട്ടി ഷായു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ശത്രു, BJP ശത്രുവല്ല. ഏത് കാലത്ത്? മതം പൗരത്വത്തിന്റെ അടിസ്ഥാന നിയമമാക്കി മാറ്റണ കാലത്ത് മുത്തലാഖ് നിയമവിരുദ്ധാക്കി. മുത്തലാഖിനോട് ഞങ്ങൾ യോജിക്കണില്ല കേട്ടോ. ചായയില് പഞ്ചാരില്ല, ബിരിയാണിയിൽ മസാല പോരാ, 1-ാം തലാക്ക്, 2-ാം തലാക്ക്, 3-ാം തലാക്ക് ഞങ്ങൾ യോജിക്കണില്ല, ഖുറാനും യോജിക്കണില്ല. പക്ഷേ വിവാഹബന്ധം സിവിൽ നിയമങ്ങൾ മാത്രമായ നമ്മുടെ നാട്ടിൽ മുസ്ലിം കല്യാണം കഴിച്ച് വിവാഹമോചനം നേടിയാൽ അത് ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നത് മുസ്ലിം സമുദായത്തെ വേട്ടയാടാനാണ്. നരേന്ദ്രമോദി കല്യാണം കഴിച്ച് യശോദാബെന്നെ അവര് തള്ളിയിട്ടിട്ട് വന്നു, തിരിഞ്ഞു നോക്കിയിട്ടില്ല നരേന്ദ്രമോദി. അതിന് കുഴപ്പമില്ല, ക്രിമിനൽ കുറ്റമല്ല. അബ്ദുറഹ്മാൻ കല്യാണം കഴിച്ച് മൊഴി ചൊല്ലിയാതാണ് കുറ്റം. അതിനെയാണ് ഞങ്ങൾ എതിർക്കണത്. അങ്ങനെ മുത്തലാഖ് ക്രിമിനൽ കുറ്റമായി. മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് മാത്രം കാശ്മീരിലെ ജനങ്ങളെ, കുട്ടികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെയും തടവറയിലിട്ടു പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിലും BJP ആണ് മെച്ചമെന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടി ആരുടെ ഏജന്റാണ്? ലീഗ് ആരുടെ ഏജന്റാണ്? ഈ BJPക്ക് വിത്തും വളവും എറിഞ്ഞു കൊടുക്കണ ജമാഅത്തെ ഇസ്ലാമിയെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ ചുമരെഴുത്ത് 984 എറണാകുളത്ത് തൊട്ടപ്പുറത്ത് പിറ്റേന്ന് എഴുതി വെച്ചു, ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. പരസ്പരം വെള്ളവും വളവും കൊടുത്തു വളർന്നു വന്ന ജമാഅത്തെ ഇസ്ലാമിയും RSSും അവരെ ഒരേ ചെരടിൽ കോർത്ത് നിങ്ങൾ ചെറുക്കുന്നത്, ആക്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇടതുപക്ഷത്തെയാണ്. ഈ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്ന, ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന, വർഗീയതക്കെതിരായി നെഞ്ചുകാട്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കീഴടക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച് തലയുയർത്തി പൊരുതി നിൽക്കുന്ന ഞങ്ങളെയാണ് ഒറ്റുകൊടുക്കാൻ നിങ്ങൾ സംഘപരിവാരത്തിന്റെ അജണ്ടയിൽ കണ്ണികളാവുന്നത്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടാണ് അപ്പീൽ ചെയ്യുന്നത്. ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന RSSന്റെ ഏജന്റുമാരായി വലതുപക്ഷ രാഷ്ട്രീയക്കാർ മാറുന്നു. ഗാന്ധി ജയന്തി ദിനത്തിൽ ജാഥ നടത്തി പ്രഖ്യാപനം നടത്തിയ ശേഷം പിറ്റേന്ന് BJPക്ക് വോട്ട് ചെയ്യാൻ കൂട്ടുകെട്ടുണ്ടാക്കുന്ന ഈ മുന്നണികളെ നിങ്ങൾ തിരിച്ചറിയണം. ഈ നാടാപത്തിലാണ്, നമ്മുടെ നാടാപത്തിലാണ്. എല്ലാ അവകാശങ്ങളും ലംഘിക്കപ്പെടുകയാണ്. തൊഴിലെടുക്കാനുള്ള അവകാശവും ജീവിക്കാനുള്ള അവകാശവും നഷ്ടപ്പെടുകയാണ്. കോർപ്പറേറ്റുകൾ കൊഴുക്കുകയാണ് ഈ നാട്ടിൽ. കൊറോണ കാലത്ത് നാട്ടിലെ എല്ലാവരുടെയും വരുമാനം നിലച്ചു. ഇന്ത്യയുടെ സമ്പദ്ഘടന 7.7% മൈനസ് വളർച്ച രേഖപ്പെടുത്തി ഈ കൊല്ലം. ഇന്നുണ്ട് എക്കണോമിക് സർവേ ഇന്നലെ വെച്ചത് പാർലമെന്റിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. -7% തകർന്നു നമ്മുടെ നാട്. അപ്പോഴും കൃഷിക്കാരാട്ടോ മെച്ചുണ്ടാക്കിയത് 3% വളർച്ച. ആ കൃഷിക്കാരനെ നിങ്ങൾ മഞ്ഞത്തിട്ട് കൊല്ലണം. അങ്ങനെ നാടിന്റെ സമ്പദ്ഘടന തകർന്നു. നാട്ടുകാരുടെ വരുമാനം പോയി. ബസ് ഡ്രൈവർക്ക് പണിയില്ല, ആട്ടോ ഡ്രൈവർക്ക് പണിയില്ല, കടയിൽ കച്ചവടമില്ല, കൃഷിക്കാരന് അവന്റെ സാധനത്തിന് വിലയില്ല.
പക്ഷെ ഇതിന്റെ ഇടയിലും സമ്പന്നനായ ഒരാളുണ്ട്. ഒരു മണിക്കൂറിൽ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് 80 കോടി രൂപ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ച അദാനി അംബാനി. അവരതിസമ്പന്നരായി. ഈ കാലത്ത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർത്തും അംബാനി അദാനി രക്ഷിക്കുക. തിരുവനന്തപുരം വിമാനം, ഗുവാഹത്തി വിമാനത്താവളം, ജയ്പൂർ വിമാനത്താവളം, മാംഗ്ലൂർ വിമാനത്താവളം, ലക്നൌ വിമാനത്താവളം, അഹമ്മദാബാദ് വിമാനത്താവളം, മുംബൈ എല്ലാം അംബാനിക്ക് അദാനിക്ക്. ഫോണ്, ആകാശം മുഴുവൻ അംബാനി അദാനിക്ക് അംബാനിക്ക്. തുറമുഖങ്ങൾ മുഴുവൻ അദാനിക്ക്. ഭൂമിയുടെ അടിയിലുള്ള വിഭവങ്ങൾ മുഴുവൻ അംബാനിക്കും അദാനിക്കും. കരയും കടലും ആകാശവും പാതാളവും വരെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി ഈ നാടിലെ മനുഷ്യനെ മുഴുവൻ കൂലി അടിമകളാക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന്, ഇന്ത്യയിലെ പാവപ്പെട്ട കൃഷിക്കാരൻ അവന്റെ കൃഷിഭൂമിയിൽ നിന്ന് പുറത്താക്കാനുള്ള നിയമം കൊണ്ടുവന്ന് 50% വരുന്ന യുവജനങ്ങളുടെ ഭാവി ജീവിത പ്രതീക്ഷയുടെ മേലെ കരിനിഴൽ വീഴ്ത്തി നിയമങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ വീണ്ടും പറയുകയാണ് ജയ് ഭാരത് മാതാക്കി, ഞങ്ങള് എതിർക്കുന്നവർ മുഴുവൻ രാജ്യദ്രോഹികൾ എന്ന്. ഗാന്ധിജിയെ രാജ്യദ്രോഹിയാക്കി, ഗാന്ധിജിയെ കൊന്നവനെ വിശുദ്ധനാക്കി അമ്പലം കെട്ടുന്ന സംഘപരിവാരത്തിന്റെ ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയം ചെറുത്തു പരാജയപ്പെടുത്താതെ ഈ നാട് മുന്നോട്ട് പോവില്ല. അതിന് വിശ്വാസ്യതയുള്ള പോരാട്ടത്തിന്റെ പതാകകൾ ഏറ്റെടുക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ പിന്നിൽ മാത്രം അണിനിരക്കുമ്പോഴാണ് സാധ്യമാവുക എന്ന തിരിച്ചറിവ് ഈ നാടിനുണ്ടാവണം. BJP ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് ബദലായ നയം കേരളം നടപ്പാക്കുന്നു. പിണറായിയുടെ ഗവൺമെന്റ്. അവിടെ ആ ചർച്ച. നരേന്ദ്രമോദി വന്നു, എല്ലാം വിൽക്കുകയാണ്, സ്വകാര്യവൽക്കരിക്കുകയാണോ? പിണറായി വിജയൻ ഗവൺമെന്റ് പൊതുമേഖലയിൽ നിലനിർത്തി ലാഭം ഉണ്ടാക്കുകയാണോ? നിങ്ങൾ ബമല് വിൽക്കുകയാണ്, നിങ്ങൾ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് വിൽക്കുകയാണ്, നിങ്ങൾ ITI വിൽക്കുകയാണ്. ഞങ്ങൾ വാങ്ങി ലാഭത്തിലാക്കുകയാണ്, പൊതുമേഖല ലാഭത്തിലാക്കുകയാണ്, കൃഷിക്കാർക്ക് ഇൻസെന്റീവ് കൊടുക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞു താങ്ങുവില നിയമാക്കാൻ പറ്റില്ല. കേരളത്തിന്റെ ബഡ്ജറ്റിൽ വരികയാണ് താങ്ങുവില. നെല്ലിന് 28 രൂപ, റബ്ബറിന് 170 രൂപ, തേങ്ങയ്ക്ക് 32 രൂപ താങ്ങുവില. ബഡ്ജറ്റ് മൂലം നിയമമായി മാറുകയാണ്. നിങ്ങളല്ലേ പറഞ്ഞു നിയമാക്കാൻ പറ്റില്ല എന്ന്? നിയമാവുകയാണ്. 1.5 ലക്ഷം ആളുകൾക്ക് നിയമനം കൊടുക്കുകയാണ്. വൻതോതിൽ വികസനം നടക്കുകയാണ്. അത് തടയാനാണ് നിങ്ങൾ കിഫ്ബിക്കെതിരായിട്ട് വന്നത്. 60,000 കോടിയുടെ വികസനം, മലയോര പാത, തീരദേശപാത, ദേശീയപാത, ദേശീയ ജലപാത, അതിവേഗ റെയിൽപാത. കേരളം മാറുകയാണ്. ബൈപ്പാസുകൾ വരികയാണ്. പണമൊന്നും കേന്ദ്ര ഗവൺമെന്റ് തരുന്നതല്ല, കേരള ഗവൺമെന്റ്. ശബരി പാത 50% കേരള ഗവൺമെന്റ് നീക്കിവെക്കുകയാണ്. മാറുകയാണ് കേരളം, മുന്നോട്ട് പോവുകയാണ് കേരളം. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് 10 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയ 10 ടോൾ പ്ലാസ ഉണ്ടാവും. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങള് റോഡ് ഉണ്ടാക്കും, ടോൾ പിരിക്കില്ല. ബദൽ നയാണ്. തലയിൽ ചാണകല്ലാത്ത ആളുകൾ ആലോചിച്ചോ എന്താണ് ബദൽ? മാർച്ച് മാസം 24-ാം തീയതി ലോക്ഡൌൺ പ്രഖ്യാപിച്ച് 40 കോടി ആളുകളെ തെരുവിൽ അലയാൻ വിട്ട് മയിലിന് തീറ്റ കൊടുക്കാൻ പോയ നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു. എന്നാൽ മാർച്ച് 23-ന് കേരളം ലോക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോ 3-ാമത്തെ ദിവസം സാമൂഹിക അടുക്കള തുടങ്ങി. ദിവസേന 3.5 ലക്ഷം ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. തെരുവ് പട്ടിക്ക് വരെ ഭക്ഷണം കൊടുക്കണമെന്ന് തീരുമാനിച്ച ഒരു നാടിന്റെ ഭരണാധികാരിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. പണിയെടുക്കാൻ പോണില്ല, കടകൾ അടച്ചു കിടക്കുകയാണ്. പക്ഷെ നമ്മുടെ പത്തായങ്ങൾ ഒഴിയുന്നില്ല. അരി നിറഞ്ഞു കിടക്കുകയാണ് നമ്മുടെ ചാക്കുകളിൽ. വീടുകളിൽ കൃത്യമായി പെൻഷൻ എത്തുന്നുണ്ട്, ആനുകൂല്യങ്ങൾ എത്തുന്നുണ്ട്, കോവിഡ് ചികിത്സ സൗജന്യമാണ്. നമ്മുടെ സ്കൂളുകൾ ലോക നിലവാരത്തിലാവുന്നു, ആരോഗ്യ പരിചരണം ലോക നിലവാരത്തിലാവുന്നു. അഭിമാനത്തോടെ ഉയർന്നു നിൽക്കാം. വർഗീയ കലാപങ്ങളില്ലാത്ത നാട്, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്ന നാട്. വികസനത്തിന്റെ കുതിപ്പ്. പുതിയ ബഡ്ജറ്റ് അവതരിച്ചിട്ട് പറഞ്ഞു ആധുനിക സംസ്ഥാനമായി മാറാൻ പോവാണ് കേരളം. നോളജ് എക്കോണമി. പഠനമുള്ള വിദ്യാഭ്യാസമുള്ള ഒരുപാട് ആളുകൾ തൊഴിലില്ലാതിരിക്കുന്നു. അവരെയൊക്കെ നൈപുണ്യ വികസനം നടത്തി ലോകത്തിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ പോലെ ഏറ്റവും മികച്ച സാമൂഹിക ജീവിത പശ്ചാത്തലമുള്ള നാടായി കേരളത്തെ മാറ്റും. അങ്ങടാ പോണ് ചാണകം തീറ്റാനല്ല. അതാണ് ബദല്. യൂറിൻ ഫെസ്റ്റ് അല്ല. നോളജ് എക്കോണമിയെ കുറിച്ച് ചർച്ചയാണ്. ആധുനിക ലോകത്തെ കുറിച്ച് ചർച്ചയാണ് കേരളം. ആ ചർച്ചയെ തകർക്കാൻ, ഇല്ലാതാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൂട്ടുപിടിച്ച്, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നിങ്ങൾ കഴിഞ്ഞ 5-6 മാസക്കാലമായി സെക്രട്ടേറിയറ്റിലും നമ്മുടെ പാർട്ടി ഓഫീസിന്റെ കേന്ദ്രങ്ങളിലും ഒക്കെ വട്ടമിട്ട് പറന്നു. എന്നിട്ടിപ്പോ എന്തായി? ജലീൽ മന്ത്രിയെ തൂക്കിക്കൊല്ലും. 2 ആഴ്ച പത്രങ്ങൾ മുഴുവൻ മുറുക്കി ഖുറാൻ കടത്തിക്കൊണ്ടുപോയി. ഈന്തപ്പഴത്തിന്റെ അകത്ത് സ്വർണം കൊണ്ടുവന്നു. കുഞ്ഞാലിക്കുട്ടിയും BJPയും കോൺഗ്രസും ഒക്കെ ഒരുമിച്ചാർന്നു. എവിടെ? രോമത്ത് തൊട്ടോ? രോമത്ത് തൊടാനായോ നിങ്ങൾക്ക്?
കാരണം നിങ്ങളുടെ ജനിസല്ല ഇടതുപക്ഷമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം മുഖ്യ പ്രശ്നമായി എടുത്തു. ജനങ്ങളെ ഏൽപ്പിക്കുന്ന അജണ്ടകൾ മുന്നോട്ട് നയിക്കുന്ന ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം, ഹൃദയപക്ഷത്തിന്റെ രാഷ്ട്രീയം, അതിന് ആധിപത്യം ഉണ്ടാവണം. ഈ രാജ്യമെമ്പാടും കൃഷിക്കാരും തൊഴിലാളികളും സംഘടനവുമായി പോരാട്ടം നടത്തുമ്പോ കോവിഡ് ഒന്നടങ്ങിയാൽ വീണ്ടും നമ്മെ വിഭജിക്കാൻ പൗരത്വത്തിന്റെ പേരിൽ മതാടിസ്ഥാനത്തിൽ പൗരത്വമാക്കുന്ന നിയമവുമായിട്ട് വരുമെന്ന് ഭീഷണി മുഴക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ കാൽക്കീഴിൽ ഭീതിയോടെ നിൽക്കുന്ന രാജ്യത്ത് പ്രതിരോധത്തിന്റെ നെടുങ്കോട്ടകൾ തീർക്കാനുള്ള മനുഷ്യന്റെ മഹാപോരാട്ടങ്ങളുടെ മുന്നണിയിൽ നിൽക്കാൻ ഞങ്ങളുണ്ട്. ജീവൻ തകരുമ്പോഴും ഒരിഞ്ച് പിന്മാറാതെ പോരാട്ടം നയിച്ച ഭഗത് സിംഗിന്റെ പിന്മുറക്കാർ ഞങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞങ്ങൾ ആ പോരാട്ടമാണ് ഏറ്റെടുക്കുന്നത്. വെള്ളക്കാരന്റെ കൊലമരത്തിലേക്ക് കയറിപ്പോകുമ്പോ യാതൊരു ഭീതിയുമില്ലാതെ ജയിലർ വന്ന് ചോദിച്ചു, ഇനി എന്താണ് നിങ്ങൾ ചെയ്യാനുള്ളത്, വരാനായില്ലേ? വെയിറ്റ് 10 മിനിറ്റ്. ഭരണകൂടവും വിപ്ലവവും എന്ന മഹാനായ ലെനിന്റെ കൃതിയുടെ അവസാനത്തെ അധ്യായം വായിച്ചു തീർത്ത് ഞാൻ അങ്ങോട്ട് വരാമെന്ന് വെള്ളക്കാരന്റെ കോട്ടകൊത്തളങ്ങളെ വിറകൊള്ളിച്ച് പ്രഖ്യാപിച്ച ഭഗത് സിംഗ് എന്ന മഹാധീരന്റെ പ്രസ്ഥാനം, കയ്യൂരിലെ പോരാളികളുടെ പ്രസ്ഥാനം എന്തിന് ഞങ്ങളുടെ പ്രദേശത്ത് ഡിവൈഎഫ്ഐയുടെ സംഘടനയുടെ മുദ്രാവാക്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുമ്പോ, ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ എന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച സഖാവ് ബാലകൃഷ്ണന്റെ പ്രസ്ഥാനം, ആ ബാലകൃഷ്ണനെ അദ്ദേഹം ജോലി ചെയ്യുന്ന പുതുപ്പരിയാരം സർവീസ് സഹകരണ ബാങ്കിലകത്തേക്ക് കടന്നു കയറി RSSന്റെ ഗുണ്ടകൾ ഏതാണ്ട് 8 ആളുകൾ കയ്യിൽ ബോംബ്, സ്റ്റീൽ ബോംബൊക്കെ വെച്ച് ആളുകളെ ഓടിപ്പിച്ച് വടിവാളുകളുമായി കടന്നു വന്ന് തലങ്ങും വിലങ്ങും വെട്ടി വിറക് കീറുന്നത് പോലെ 38 വെട്ടുവെട്ടി ശരീരം ചിന്ന ഭിന്നമാകുമ്പോഴും അവസാന ശ്വാസം വരെ ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ച് RSSന്റെ വടിവാളുകൾക്ക് കീഴ്പ്പെടുത്താനാവില്ല എന്റെ രാഷ്ട്രീയത്തെയും എന്റെ പോരാട്ട വീര്യത്തെയും എന്ന് പ്രഖ്യാപിച്ച ബാലകൃഷ്ണന്റെ പ്രസ്ഥാനം ഞങ്ങൾ ഈ പോരാട്ടം ഏറ്റെടുത്ത് മുന്നിലുണ്ട്. തലകുനിക്കില്ല. ഗാന്ധി ഘാതകരെ ഞങ്ങൾ വെറുതെ വിടില്ല. ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നു എന്ന അഹങ്കാരം മൂത്ത് നിങ്ങൾ ഈ നാടിന്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും ഭരണഘടനയും അട്ടിമറിക്കാൻ വന്നാൽ, നിങ്ങൾ തെരുവ് ഗുണ്ടകളെ അഴിച്ചുവിട്ട് ഈ നാടിനെ കലാപഭൂമിയാക്കാൻ പരിശ്രമിച്ചാൽ, പോരാട്ടത്തിന്റെ പുതിയ പതാകകളുമായി ഞങ്ങൾ തെരുവിലുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ ബലിയർപ്പിച്ച രാഷ്ട്രപിതാവിന്റെ രക്തം സാക്ഷിയാക്കി ഈ യുവജന പ്രസ്ഥാനം പ്രതിജ്ഞ ചെയ്യുകയാണ്. മുന്നേറുക തന്നെയാണ്. ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം നെഞ്ചേറ്റി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞയിൽ പങ്കെടുക്കുന്ന സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചുരുക്കുന്നു. ലാൽ സലാം.